ചെയ്യാം. ഇപ്പൊ ഗോൾഡ് തന്നെ ആയിരിക്കുമല്ലോ നമുക്ക് എല്ലാവരും ചെയ്യുന്നത്. ഗോൾഡ് തന്നെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്താക്കാം നിങ്ങൾക്ക് എന്താണ് മേജർ ആയിട്ടുള്ള ഡൗട്ടുകൾ എന്താണ്? ഒന്ന് നിങ്ങളെല്ലാവരും ഡൗട്ടുകൾ ഒന്ന് പറയാം. ഇസ്മായിൽ എന്ന് പറയാ, വിഷ്ണു എന്ന് പറയാം. നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത്. എന്റെ ഡൗട്ട് എന്ന് വെച്ചാലേ, ഉം. എനിക്ക് ഇപ്പൊ എപ്പോഴാണ് ഒരു കൺഫർമേഷൻ, ഒരു ട്രേഡുകൾ കൺഫർമേഷൻ, ജസ്റ്റ് ഒരു സ്ട്രോങ് ബൈയും സ്ട്രോങ് സെല്ല് തന്നിട്ട് എടുക്കുന്ന സമയത്ത് ഉം. നമ്മൾ ഉദ്ദേശിക്കുന്ന ടാർഗറ്റിലേക്ക് ഉം. എത്തുന്നില്ല, അല്ലെങ്കിൽ ടൈം എടുക്കുന്നുണ്ട്. ടൈം എടുത്താലും പ്രശ്നമില്ല, പക്ഷെ എസ് എൽ ഇട്ടായിട്ടൊക്കെ പോകുന്നുണ്ട്. അതായത് ഉം. നിങ്ങൾ ചെയ്യുന്നത് MT5-ലാണല്ലോ. അല്ല, ഞാൻ MT5-ലും ട്രൈ ചെയ്ത്, ഞാൻ ഡയറക്റ്റ് ബ്രോക്കർ ഇതില് ഈ ട്രേഡിംഗ് വ്യൂവിലും കണക്ട് ചെയ്തിട്ടും ചെയ്തിരുന്നു. ഏത് ബ്രോക്കറാണ്? വാൻറ്റേജ്. വാൻറ്റേജ്. അപ്പൊ നമുക്കിപ്പോ ഗോൾഡ് ഇല്ല. അപ്പൊ ഒരു പ്രോപ്പർ എൻട്രി എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാന്നുള്ളതാണ് നമുക്ക് മേജർ ആയിട്ടുള്ള ഡൗട്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി ഒരു വാലിഡ് എൻട്രി പോയിന്റ്, ഒരു PDF കാര്യങ്ങളൊക്കെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഇവിടെ ഒരു 5 മിനിറ്റിൽ ഒരു എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ വന്നൊരു എൻട്രി ആണ്, സ്ട്രോങ് ബൈ വന്നു. അത് ഇവിടെ ST എൻട്രി കൊടുത്ത് ഇവിടുന്ന് എക്സിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ്. ഇത് ഇവിടുന്ന് ST എൻട്രി കൊടുത്തു, ഇവിടുന്ന് എക്സിറ്റ് ആകാൻ പറഞ്ഞു. TP1 എക്സിറ്റ് ആകാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, മാർക്കറ്റ് അലൈൻഡ് ആണ്, കംപ്ലീറ്റ്ലി ഇപ്പൊ ബുള്ളിഷ് ആണ്, മാർക്കറ്റ് അലൈൻഡ് ആണ്, അക്യുമുലേഷൻ. ഒരു ബുള്ളിഷിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ പോസിറ്റീവ് ആണ്. അതായത് ഇവിടെ ഫുള്ള് ഗ്രീൻ അല്ലേ? ഇവിടെ ഫുള്ള് ഗ്രീൻ ആണ്. അതായത് ഒരു ബുള്ളിഷിലേക്ക് വരേണ്ട, അതായത് ഇവിടെ ST എൻട്രി കൊടുത്തു, മാർക്കറ്റ് സ്റ്റേബിൾ ആയി. ഒരു ബുള്ളിഷിലേക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ എന്താണ്, സ്റ്റേബിൾ ആണ്. ഓക്കെ ആണല്ലോ. ഇവിടെ എൻട്രി എടുക്കുന്ന സമയം നിങ്ങൾ ഒരൊറ്റ കാര്യം ഇതിൽ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാല്, അതായത് നിങ്ങൾക്ക് എന്താക്കുക, എല്ലാ എൻട്രിയും എടുക്കാം. ഒരേ ഒരു കാര്യം, അതായത് റിസ്ക് 1 കീപ്പ് ചെയ്യാം. റിസ്ക് 1% കീപ്പ് ചെയ്യാം. ഇവിടെ നിന്ന് ട്രേഡ് എടുക്കുന്ന സമയം, ഞാൻ എക്സാമ്പിൾ ഡെമോ ട്രേഡ് ആണ്. ഇപ്പൊ ഇവിടുന്ന് ഒരു ബൈ എടുക്കുന്നു, ബൈ കൊടുത്ത് കഴിഞ്ഞാല് ഇവിടുന്ന് ഒരു ബൈ ആണ് നമ്മൾ എന്താക്കുന്നത്, കൊടുത്തത്. ഇതിന്റെ TP നിങ്ങൾ ഇവിടെ കീപ്പ് ചെയ്യുക, SL ഇവിടെ കീപ്പ് ചെയ്യാം. ഇവിടുന്ന് എടുക്കുന്ന സമയം 1%. ഈ ഒരു ഏരിയയിൽ നിന്ന് എൻട്രി എടുക്കുന്ന സമയം, ഇതിപ്പോ ഈ സിഗ്നൽ വരുന്ന സമയം, ഈ ഒരു സിഗ്നൽ സ്പോട്ടിൽ വന്നെന്ന് കൂട്ടാം. നിങ്ങൾ നോക്കുന്ന സമയം സ്ട്രോങ് ബൈ വന്നു. ഇതിലൊന്നും കുറച്ച് കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തുണ്ട്, ടാലി ആവാനുണ്ട്. നിങ്ങൾ ആ സിഗ്നൽ വരുന്ന സമയം എന്ത് ചെയ്യാ, സിഗ്നൽ വരുന്ന സമയം തന്നെ എന്താക്കുക, അതായത് ഇതിൽ മേജർ ആയിട്ട് ടാലി ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ബുൾ ട്രാപ്പോ ബിയർ ട്രാപ്പോ വന്ന്, അതായത് നിങ്ങൾ നോക്കുന്ന സമയം, അതായത് ഒന്ന് ബുള്ളിഷ് ആയിരിക്കാം ഇതിന് ഓരോ, അതായത് ഇതിൽ 85% എന്നാക്കാം കൺഫർമേഷൻ, അതായത് മാർക്കറ്റ് ഒന്ന് ബുള്ളിഷ് ആവാം, ട്രെൻഡ് അലൈൻഡ് ആവാം, അക്യുമുലേഷൻ. അതായത് എപ്പോഴും ട്രെൻഡിന്റെ കാര്യത്തിൽ അലൈൻഡ്, അതായത് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്, അതായത് TP1 എത്തുമ്പോൾ അലൈൻഡ് ആയിട്ടില്ലെങ്കിലും, അതായത് Z സ്കോർ, അതേപോലെ തന്നെ ട്രാപ്പ് ചെക്ക്, സേഫ്റ്റി ഗാർഡ്, മെയിൻ ഇവിടെ കണ്ടോ, റിസ്ക് സ്കോർ എന്ന് പറഞ്ഞിട്ട് 10/1 ആണ്. അതായത് ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് റിസ്ക് 10/1 ആണ് എടുക്കേണ്ടത്. ഇതില് അതിന്റെയാണ് 10/1 എന്നുള്ളത്. ഇവിടെ 10/2 ആണെങ്കിൽ നിങ്ങൾ 10/2 റിസ്ക് വെക്കണം, റിസ്ക് 2% വെക്കണം. ഇവിടെ 10/3 ആണെങ്കിൽ റിസ്ക് എന്താക്കണം, 3 വെക്കണം. ഇവിടെ എന്താണ്, 10/1 ആണ്. മാക്സിമം 10/3 ഉള്ളിലുള്ള ട്രേഡ് മാത്രം എടുക്കുക. 10/4 ആകുമ്പോൾ 4% റിസ്ക് വരും. അതായത് അങ്ങോട്ട് വരുന്ന സമയം റിസ്ക് മാക്സിമം 10/10 ആണ് റിസ്കിന്റെ റേഷ്യോ എന്ന് പറയുന്നത്. അതിന് ഏറ്റവും സേഫ് 10/3 ഉള്ളിലുള്ള ട്രേഡ് എടുക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഇത്രയും കാര്യങ്ങൾ, ഇതൊരു ബുള്ളിഷിലേക്ക് വരുമ്പോൾ, അതായത് ബിയറിഷിലേക്ക് വരുമ്പോൾ, ഇവിടെ ഇപ്പൊ എന്താണ്, ഇപ്പൊ അലൈൻഡ് ആണ് മാർക്കറ്റ്, ബുള്ളിഷ് ആണ്, അക്യുമുലേഷൻ ആണ്, റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്. ഓക്കെ, വോളിയം പ്രഷർ ഓക്കെ ആണ്, മാർക്കറ്റ് സ്റ്റേബിൾ ആണ്. ഇവിടെ ഇപ്പൊ എന്തായി, റൈസിംഗ് റിസ്ക് വന്നു. ഇവിടെ ഇപ്പം റൈസിംഗ് എന്തായി, റിസ്ക് വന്നിട്ടാണ് ഉള്ളത് മേലേക്ക്. അപ്പൊ നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ റൈസിംഗ് റിസ്ക് എന്ന് പറഞ്ഞ 5 പോയിന്റ് ആണ് അതിൽ. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പോസിറ്റീവ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പൊ സൈഡ് വൈസ് ട്രെൻഡ് ആയതുകൊണ്ടാണ് ഇപ്പൊ റിസ്ക് കാണിക്കുന്നത്. ഇപ്പൊ ഈ ഒരു ഏരിയ ബ്രേക്ക് ഇവൻ ചെയ്ത മാർക്കറ്റ് ട്രെൻഡ് TP കംപ്ലീറ്റ് ചെയ്യും. ഈ ഒരു ലൈൻ ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രെൻഡ് എന്താവും, മാർക്കറ്റ് കംപ്ലീറ്റ് ചെയ്യും. Z സ്കോർ ഒക്കെ പോസിറ്റീവ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. അവിടെ എന്നാക്കുക, ഹോൾഡ് ചെയ്യുക. 1% റിസ്ക് ആണ്, ലോസ് ആണെങ്കിൽ ആ 1% എന്നാക്കി നമുക്ക് ലോസ് ഹിറ്റ് ചെയ്യും. ആ രീതിയിൽ നിങ്ങൾക്ക് എന്താക്കിയാൽ മതി, എൻട്രി 1% റിസ്കിൽ എല്ലാ എൻട്രി നമുക്ക് കമ്മിറ്റ്മെന്റ് ചെയ്യാം. ഈ ഒരു പോയിന്റ് വന്ന എൻട്രി ഇവിടെ ആയിരിക്കും അതിന്റെ SL വരുന്നത്.
ഈ ബോക്സിൽ നിങ്ങൾ നോക്കേണ്ടത് ഇപ്പൊ ST എൻട്രി വന്ന എക്സിറ്റ് വന്നു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് അവിടെ എക്സിറ്റ് ആവാം. അടുത്തൊരു ട്രേഡ് അവിടെ എന്നാക്കാം മാർക്കറ്റിന്റെ കണ്ടീഷൻ നോക്കിയതിന് ശേഷം മാത്രം അടുത്ത ട്രേഡ് എന്നാക്കാം അവിടെ കമ്മിറ്റ്മെന്റിലേക്ക് കയറാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നോക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ റിസ്ക് വണ്ണിനെ കീപ്പ് ചെയ്യുക. ആ റിസ്ക് വൺ കീപ്പ് ചെയ്യുന്ന സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്താൽ തന്നെ എല്ലാ എൻട്രിയിലും എന്നാക്കുക ഒരു സിഗ്നൽ വരുന്ന ഇവിടെ ലൈവായിട്ട് ഒരു എൻട്രി കിട്ടുമോ നോക്കാം. ലൈവായിട്ട് ഏതെങ്കിലും ഒരു പാറ്റേണിൽ ഒരു പുതിയ സിഗ്നൽ വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യാം. അങ്ങനെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഒരു എൻട്രി അതായത് ഞാൻ റിസ്ക് പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എൻട്രി വന്നിട്ടുണ്ട്, BTC-യിലാണ് ഇപ്പൊ വന്ന എൻട്രിയാ. ഇവിടെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെന്നുണ്ടോ ട്രെൻഡ് കോൺഫ്ലിക്റ്റ് അക്യുമുലേഷൻ ഒക്കെയാണ് ഉള്ളത്. ഓക്കെ, റൈസിംഗ് റിസ്ക് ആണ്. സ്പോട്ടിൽ അവിടെ എന്നാക്കുക ഒരു എൻട്രി കീപ്പ് ചെയ്യാം. ഓക്കെ, അപ്പുറത്തെ എൻട്രി ഞാനൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എൻട്രി എടുക്കാൻ പറ്റും. പറഞ്ഞുതരാം. ഇത് എളുപ്പത്തിലൊരു ചെറിയ, അതായത് പെട്ടെന്ന് മനസ്സിലാക്കേണ്ട രീതിയിലാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത് ഇപ്പൊ മേലേക്ക് കയറിയിട്ട് പോകും. അപ്പൊ ഇവിടെ എന്താണ് ഒരു എൻട്രി BTC-യിൽ വന്നിട്ടുണ്ട്. തീരത്തിലെ എൻട്രി അപ്പൊ സ്പോട്ടിൽ എന്നാക്കാ ഒരു സെൽ എൻട്രി. ഓക്കെ, അവിടെ എന്നാക്കാം ഒരു സെൽ എൻട്രി പ്ലേസ് ചെയ്യുക. ടാർഗറ്റ് ഇവിടെ കീപ്പ് ചെയ്യുക. SL ഇതിന്റെ മേലെ ഇവിടുന്നാണ് നമുക്ക് എൻട്രി വന്നത്. ഇത്രയും SL വെക്കുന്നുണ്ടോ 1%, ഇത്രയും വെക്കുന്നുണ്ടോ ഒരു 10 പോയിന്റ്. അതായത് എൻട്രി എടുത്തത് നമ്മള് 65-ലാണ്. SL വെക്കുന്നത് ഇവിടെയാണ്, ഈ പോയിന്റിലാണ് SL വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു ഏരിയ. അപ്പൊ ഈ ഏരിയ SL വെച്ചു അവിടെ എന്നാക്കാ ഹോൾഡ് ചെയ്യുക. മാർക്കറ്റിന്റെ കണ്ടീഷൻ മെല്ലെ ഇതിപ്പോ മെല്ലെ TP 1 എത്തുമ്പോൾ എന്താവും അലയുണ്ടാവും, കാര്യങ്ങളൊക്കെ ആയി വരും. അപ്പൊ ആ പോയിന്റിൽ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ എൻട്രി എന്നാക്ക പ്ലേസ് ചെയ്യുക. റിസ്ക് വൺ എന്ന് പറയുന്നത് നിങ്ങളെ ക്യാപിറ്റൽ ഒരാൾ $100, ഒരാൾക്ക് $100 ക്യാപിറ്റൽ ആണെങ്കിൽ 1% എന്ന് പറയുന്നത് $1 ആണ് റിസ്ക്. നിങ്ങളെ മൊത്തം ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ 1% ഇട്ടാൽ നിങ്ങളെ എത്രയാണ് റിസ്ക് കീപ്പ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് കിട്ടും. ഇവിടെ കണ്ടോ, ഇവിടെ ഇപ്പൊ റിസ്ക് സ്കോർ 10/2 ആണ്. ഈ ഒരു ട്രേഡിൽ 2% റിസ്ക് കീപ്പ് ചെയ്യണം. ഈ ഒരു ട്രേഡിൽ 2% റിസ്ക് എന്താക്കണം നിങ്ങൾ മിനിമം കീപ്പ് ചെയ്യണം. 2%, അതായത് $10 ഉള്ള ഒരാള് $2 റിസ്ക് കീപ്പ് ചെയ്യണം. പ്രോഫിറ്റ് ആണെങ്കിൽ ഒന്നെങ്കിൽ $2 അല്ലെങ്കിൽ $4 അല്ലെങ്കിൽ എന്താണ് TP3 $6. അതാണ് റിസ്കിന്റെ റേഷ്യോ. നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ എൻട്രി എടുത്തു. ഞാൻ കൂടുതൽ കാര്യം ഇപ്പൊ ഇവിടെ പോസിറ്റീവ് തന്നെയാണ്, ഇവിടെ ബിയറിഷ് ആണ്. ആകെ മാർക്കറ്റ് ട്രെൻഡ് മാത്രമേ കോൺഫ്ലിക്റ്റ് ഉള്ളൂ. അക്യുമുലേഷനിലാണ് മാർക്കറ്റ് ഉള്ളത്. റീറ്റെയിൽ ട്രേഡേഴ്സ് ആണ്. വോളിയം പ്രഷർ ഒക്കെ ബുള്ളിഷ് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ ചെറിയ സ്കാൽപ്പിംഗ് ആണ്. TP1 വരെ എത്തുമോ എന്നുള്ളത് നോക്കാം, വെയിറ്റ് ചെയ്യുക. അവിടെ എത്തിയിട്ട് റിവേഴ്സൽ ആണെങ്കിൽ എന്നാക്കാം ആ ഒരു പോയിന്റ് വരെയുള്ള എടുത്തിട്ട് അവിടുന്ന് എക്സിറ്റ് ആവാം. ഇവിടെ Z സ്കോർ മൈനസിലേക്കാണ് ഉള്ളത്. Z സ്കോർ മൈനസ് ആണ്. റൈസിംഗ് റിസ്ക് ആണ്, അതായത് താഴേക്കുള്ള കാര്യങ്ങളും പോസിറ്റീവ് തന്നെയാണ് മാർക്കറ്റ്. റൈസിംഗ് റിസ്ക് ആണ്. സ്പോട്ടിൽ ബെയറിഷ് വരുമ്പോ റൈസിംഗ് റിസ്ക് ആണോ? ബെയറിഷ് വരുമ്പോ റൈസിംഗ് റിസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര കണക്കൂട്ടുണ്ടോ, മേലിലേക്ക് റിസ്ക് ആണ്, മുകളിലേക്ക് റിസ്ക് ആണ്. റൈസിംഗ് റിസ്ക് അതാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ ആ കാര്യങ്ങളിൽ കാര്യങ്ങളൊക്കെ, അതായത് ഞാൻ പറഞ്ഞില്ലേ ഇത് സിമ്പിൾ ആണ് കാര്യങ്ങൾ. അതായത് നിങ്ങൾക്ക് 1% റിസ്ക് എന്ന് പറഞ്ഞാൽ അതായത് $100 ഒരാൾ $1 ലോസ് വെച്ചിട്ട് 100 അറ്റംപ്റ്റ് നിങ്ങൾക്ക് നടത്താം, എന്നാലേ $100 പോകും. 100 ട്രേഡ് നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ചെയ്യാം. ഓവറോൾ നിങ്ങൾ പ്രോഫിറ്റിലാവും. ഷുവറാ. ഇപ്പൊ ഇവിടെ തന്നെ ഇവിടെ നമ്മൾ എടുത്തു ട്രേഡ്, ഈ സ്പോട്ടിൽ നമ്മൾ ട്രേഡ് എടുത്തതാ. നമ്മളൊന്നും നോക്കിയിട്ടില്ല കൂടുതൽ. മാർക്കറ്റ് ബാക്കിയൊക്കെ കണ്ടീഷൻ ഓക്കെ ആയിട്ട് വരും. അതായത് നമുക്ക് മെയിൻ ആയിട്ട് കിട്ടേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്നും എന്നാക്കാം. ഇവിടെ ബുൾ ട്രാപ്പോ ബിയർ ട്രാപ്പോ ഒന്നുമില്ല. ട്രാപ്പ് ചെക്ക് വാലിഡ് ആണ് എടുക്കുന്ന സമയം. നമ്പർ 1, റിസ്ക് സ്കോർ ഓക്കെ സേഫ് ആണ്. ട്രെൻഡ് എന്താണ് ഓക്കെ അല്ല, മാർക്കറ്റ് ബിയറിഷ് ആണ്. റീറ്റെയിൽ ട്രേഡേഴ്സ് ആ മാർക്കറ്റ്. Z സ്കോർ പോസിറ്റീവ് ആണ്. സേഫ്റ്റി കടക്ക് ഇതൊക്കെ നമുക്ക് ബിയറിഷിലേക്കുള്ള കൺഫർമേഷൻ സേഫ് തന്നെയാണ്. മാർക്കറ്റ് ബിയറിഷിൽ എത്ര കാര്യങ്ങളൊക്കെ സേഫ് തന്നെയാണ്. ഇവിടെ നിന്ന് മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് പോക്കായി അലയുണ്ടായി. ഇപ്പൊ റൈസിംഗ് റിസ്കിലാണ് ഉള്ളത്, ബാക്കിയൊക്കെ അലയണ്ട. ഇത് ഇവിടുന്ന് ഇങ്ങനെ കളിക്കുന്നതുകൊണ്ടാണ്. ബാക്കിയൊക്കെ എന്താണ് അലൈൻഡ് ആണ് മാർക്കറ്റ് ഉള്ളത്.
അപ്പോ നിങ്ങൾക്ക് ഇനിയുള്ള കാര്യങ്ങൾ അതായത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ, ഡൗട്ടുകൾ ചോദിക്കുക, ഓപ്പൺ ആക്കുക, മൈക്ക് ഓപ്പൺ ആക്കുക, ഓരോ ഡൗട്ടുകൾ ചോദിക്കുക, അത് ക്ലിയർ ആക്കി തന്നെ പോവാം. ഇതിലിപ്പോ ഈ ഗോൾഡിൽ ഇപ്പോ ബുള്ളിഷ് ട്രെൻഡ് അല്ലേ, ബുള്ളിഷ് ആണ്, അലൈൻഡ് ആണ്, അക്യുമുലേഷൻ ഫുൾ ഗ്രീൻ ആണ്. യെസ്, പിന്നെ അതിലിപ്പോ റൈസിംഗ് റിസ്ക് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പൊ ഈ സിറ്റുവേഷനിൽ ട്രേഡ് എടുക്കാണ്ടിരിക്കുകയാണ് ചെയ്യേണ്ടത് അതോ? എടുക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതായത് അത് ഞാൻ പറയാൻ കാരണം നമുക്ക് ഇതിപ്പോ സ്റ്റാർട്ട് ചെയ്ത് ശരിക്കും ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയതാണ്. ഉം. ഇത് ഓൾറെഡി TP1 കംപ്ലീറ്റ് ആയ ഒരു ട്രേഡാണ്. ഇവിടെ ഓക്കെ. നിന്ന് ഇനി അങ്ങോട്ടേക്ക് എടുക്കുന്ന പറയുന്ന സമയം, അതായത് ഓക്കെ നമുക്ക് എൻട്രി എടുക്കാം. എൻട്രി എടുക്കുന്നത് 1% റിസ്ക് ആണ് കീപ്പ് ചെയ്യുന്നത്. അപ്പൊ പ്രശ്നമില്ല, ആ ലോസ് കണ്ടുകൊണ്ട് തന്നെ എൻട്രി എടുക്കാം. 1 ആണ് റിസ്ക്. ഇവിടുന്ന് എൻട്രി എടുക്കുന്ന സമയം, അതായത് ഈ ഒരു പോയിന്റ് ഇവിടുന്ന് വീണ്ടും STA എൻട്രി വന്നാൽ നിങ്ങൾക്ക് എൻട്രി ധൈര്യമായിട്ട് എടുക്കാം. ഇതേപോലെ STA എൻട്രിന്ന് പുറത്തുനിന്നാക്കും നിങ്ങൾക്ക് അവിടെ വന്ന് കഴിഞ്ഞാല് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾ എന്നായിക്കോ എൻട്രി പ്ലേസ് ചെയ്തോ, ഓക്കെ. ധൈര്യമായി എൻട്രി പ്ലേസ് ചെയ്യാം. അതായത് പറയാൻ കാരണം ഇതിപ്പോ സൈഡ് വേസിലാണ് ട്രെൻഡ് പോകുന്നത്. മാർക്കറ്റ് ഇപ്പോൾ സൈഡ് വേസിലാണ് ട്രെൻഡ് ആകുന്നത്, മൂവ് ചെയ്യുന്നത്. വലിയ വോളിയം ഡിഗിലേക്കും ഇല്ല ഡൗണിലേക്കുള്ള രണ്ട് ഭാഗത്തേക്കും വോളിയം ഇല്ലാത്ത രീതിയിൽ ഒരു സൈഡ് വേസ് പാത്തിലാണ് ഇപ്പൊ മാർക്കറ്റിന്റെ മൂവ്മെന്റ് ഉള്ളത്. അപ്പൊ അവിടെ റിസ്ക് ചെയ്യണ്ട. ഇതിപ്പം കണ്ടോ, ഇവിടെ ബുള്ളിഷ് വന്നു, സ്ട്രോങ് ബൈ വന്നു, STA വന്നു. പക്ഷെ ഇവിടെ ബുള്ളാണ് മാർക്കറ്റ്. ട്രെൻഡ് എന്താണ്? കോൺഫ്ലിക്റ്റ് ആണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ ആണ്, താഴേക്കാണ്, എല്ലാം ഡൗൺഫോളിലേക്കാണ്. ഇതൊക്കെ നെഗറ്റീവാണ് ഉള്ളത് മാർക്കറ്റ്. ഇവിടെ ബുള്ളിഷ് വന്നിട്ടുള്ളത്, പക്ഷെ എല്ലാം നെഗറ്റീവാണ് ഉള്ളത്. ഓക്കെ, താഴേക്കുള്ളതാണ്. റൈസിംഗ് റിസ്ക് ആണ്, Z സ്കോർ മൈനസ് ആണ്, 10/2 കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു റിസ്ക് എടുത്തുകൊണ്ട് ട്രേഡ് എടുക്കാന്ന് പറയുന്നത് ഓക്കെ. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ മൂവ് ആവുന്നു. TP1 എത്തുമ്പോൾ കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് ട്രേഡ് എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതായത് എവിടുന്നാണ് ഓക്കെ അവിടെ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് എൻട്രി ആവാം. ആ ചെറിയ പോയിന്റ്. ഇനിയിപ്പോ ഒരാൾ ചോദിക്കുകയാണ് ഇപ്പൊ ഈ ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, അതായത് ഇവിടെ ലോ വോളിയം, ഈ ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ STA എൻട്രി വന്നിട്ടുണ്ട് ഓൾറെഡി. ഈ ട്രേഡ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇവിടെ എടുക്കുകയാണെങ്കിൽ എന്താക്കും, ഞാൻ ഇവിടുന്ന് ഒരു ബൈ എടുക്കും. ഇവിടുന്ന് ഒരു ബൈ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാല് ഓക്കെ, TP എന്നാക്കുന്നു, ഞാൻ സെറ്റ് ചെയ്യുന്നു. ഓക്കെ, TP സെറ്റ് ചെയ്തു. എവിടെ എന്നാക്കും, SL ഇതാ ഈ ഒരു പോയിന്റ്, മാക്സിമം SL, അതിൽ കൂടുതലില്ല, 1% SL, 1% ഞാൻ SL കീപ്പ് ചെയ്യും. അതിൽ കൂടുതൽ ഞാൻ SL വെക്കൂല. അതായത് ഈ ഒരു ഏരിയ ബ്രേക്ക് മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് മാറും. അപ്പൊ ആ ഒരു ഏരിയ വരെ ഈ സ്പോട്ടിൽ നിന്ന് എൻട്രി കിട്ടി, ഈ ഏരിയ തന്നെ എന്താക്കും, നമ്മൾ SL കീപ്പ് ചെയ്യുന്നു. ലോസ് ആണെങ്കിൽ ആ $1, ഇവിടെ $100 ഒരു വ്യക്തിക്ക് കിട്ടാവുന്നതാണ്. ലോസ് ആണെങ്കിൽ $1, പ്രോഫിറ്റ് ആണെങ്കിൽ അതിന്റെ 3. ഞാൻ പറഞ്ഞത് മനസ്സിലായി നിങ്ങൾക്ക്? അതായത് ഇതിന്റെ ഒരു പൊസിഷൻ ഞാൻ പറഞ്ഞുതരാം, പ്രൈസിങ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എൻട്രി ഇവിടുന്ന് എടുത്തു, ടാർഗറ്റ് ഇവിടെ, ഓക്കെ, TP3 ടാർഗറ്റ് അത്യാവശ്യം ഉണ്ട്, ഇത് സൈസിങ് ഉണ്ട്, ഇത് അത്യാവശ്യം. ഓക്കെ, SL നമ്മൾ വെക്കുന്നത് ഈ ഒരു ഏരിയ ആണ്. SL ഇത്ര SL വെക്കണം, $1 SLA എന്നാക്കേണ്ട മാർക്കറ്റിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട. അതിൽ കൂടുതൽ SL എന്നാക്കേണ്ട ആവശ്യമില്ല, മാർക്കറ്റിൽ നിങ്ങൾ വെക്കേണ്ട ആവശ്യമില്ല. ഇതാണ് അതിന്റെ പൊസിഷൻ. ഇതിപ്പോ SL $5 ഇല്ലേ ഇപ്പോ? ഇത് എത്രയും ഉണ്ടാവും, $5. ഇതിൽ നോക്കണം കേട്ടോ, അതിൽ എമൗണ്ട് ഇതാക്കിയിട്ടാണ് കേട്ടോ. 1% SL കീപ്പ് ചെയ്യാം ക്യാപിറ്റലിന്റെ. ഇതിലിപ്പോ 2% കണ്ടാ, ഇതിൽ 2% SL ഇവിടെ വന്നിട്ടുണ്ട്. റിസ്ക്, മാക്സിമം റിസ്ക് 2% ആണ്. ഓക്കെ. അവിടെ കാണിക്കും 2% മാക്സിമം റിസ്ക് ആണ് അതിൽ. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ചെയ്താൽ ഈ എൻട്രി എടുക്കാം, സ്റ്റാർട്ടിങ് തന്നെ എൻട്രി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. SL1 മാത്രം കീപ്പ് ചെയ്താൽ മതി, വേറെ ഇതിൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഇവിടുന്ന് മാർക്കറ്റ് ഓക്കെ, ഇവിടുന്ന് റിട്ടേൺ വരുന്നുണ്ടെങ്കിൽ ഇത് സപ്പോർട്ടിന് വരുന്നതായിരിക്കാം. റിട്ടേൺ ആണെങ്കിൽ മാർക്കറ്റ് എന്താക്കാം, മാർക്കറ്റ് കയറും. ചില ബാക്കിയുള്ള മാർക്കറ്റൊക്കെ നോക്കാം. അതായത് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, മാക്സിമം എൻട്രിയിൽ അറ്റംപ്റ്റ് ചെയ്യുക, റിസ്ക് കീപ്പ് ചെയ്യുക. എല്ലാ ട്രേഡിലും 1, നിങ്ങൾ ഏത് ട്രേഡ് എടുത്താലും അതിൽ SL1 ഉണ്ടായിക്കോളും. ആ പോയിന്റ് ഇപ്പൊ അടുത്ത അപ്ഡേഷനിൽ SLന്റെ പോയിന്റ് ഒക്കെ നമ്മൾ കൊണ്ടുവരേണ്ട പ്ലാൻ ഉണ്ട്. ഇതിൽ എന്നാക്കാ ഈ കാര്യം, അതായത് SLന്റെ പോയിന്റ് ഇപ്പോഴല്ല, നമ്മൾ അടുത്തൊരു അപ്ഡേഷനൊക്കെ വരും. ഇതിൽ കണ്ട, ഇതിലിപ്പോ മാർക്കറ്റ് ഇവിടുന്ന് കളിക്കുന്ന സൈഡ് വേസിൽ ഇങ്ങനെ. ഇപ്പൊ ഈ ഒരു ട്രേഡ്, അപ്പൊ ഇന്ന് ഞാൻ എടുത്ത ഒരു ട്രേഡാണ്.
അതായത് ഇതിപ്പോ ഇന്ന് ഗോൾഡിൽ ഞാൻ എടുത്തൊരു ട്രേഡാണ്. ഇത് ഞാൻ ഇന്ന് കമ്മിറ്റ്മെന്റ് ചെയ്ത ട്രേഡാണ്. ഇതിന്റെ ഇന്നത്തെ ലൈവ് വീഡിയോ യൂട്യൂബിൽ വരും, നിങ്ങൾക്കൊക്കെ കിട്ടും, മെറ്റീരിയൽ കിട്ടും. ഇത് ഞാൻ എടുത്തൊരു ട്രേഡാണ് ഇത്, ഈ ഒരു ട്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതാണ് മാക്സിമം, അതായത് ST എൻട്ര ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് എൻട്രി ആവാം. ST എൻട്ര ഇപ്പൊ ഇവിടുന്ന് സ്പോട്ടിൽ ഒരു ST എൻട്ര നമുക്ക് മേലിലേക്ക് വരികയാണെങ്കിൽ ധൈര്യമായിട്ട് അവിടെ നിന്ന് നന്നാക്കാം, എൻട്രി ആവാം. ആ ST എൻട്രിന് ഒരു ST എക്സിറ്റ് ഉണ്ടാവും. അതാണ് ഈ ഒരു ST എൻട്രിനാണ് ഈ ഒരു ST എക്സിറ്റ് ഇവിടെ വന്നത്. ST എൻട്ര വന്നു കഴിഞ്ഞാൽ അവിടെ അത് എക്സ്ട്രാ കൺഫർമേഷൻ ആണ്. അവിടെ നിങ്ങൾക്ക് നിർബന്ധമായും ST എക്സിറ്റ് എന്നാവും മാർക്കറ്റിൽ ഫോം ചെയ്തിട്ട് വരും. നമ്മളിത് ഇപ്പൊ ലൈവായിട്ട് ഇപ്പൊ എടുത്തതാണ്, മാർക്കറ്റ് കണ്ടീഷൻ മാറി നിൽക്കുമ്പോൾ എടുത്തൊരു ട്രേഡാണ്. 1% റിസ്കിലാണ്. അതായത് ഞാൻ ആ ലോസ് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ ഇപ്പൊ ഞാൻ നന്നാക്കുന്നത്. ഞാൻ ഇവിടെ സ്റ്റേബിൾ ചെയ്യുന്നത് 1% ആണ്, കുഴപ്പമൊന്നുമില്ല. അതായത് ഇനി അഥവാ ഇവിടുന്ന് മാർക്കറ്റ് നേരെ താഴേക്കാണെന്നാകും, അടുത്ത താഴേക്കുള്ള എൻട്രി വരും, അതിലേക്ക് ഞാൻ എന്നാകും എൻട്രി ആവുന്ന സമയം ആ പോയ ലോസ് അവിടെ എന്നാക്കും നമുക്ക് റിക്കവറി ആവും, സ്പോട്ടിൽ റിക്കവറി ആവും. ഇനി ഇവിടെ ലോസ് വന്ന് കഴിഞ്ഞാൽ ഈ ബ്രേക്ക് ചെയ്താൽ നേരെ മാർക്കറ്റ് നമുക്ക് അത്ര കൺഫേം ഡൗണിലേക്ക് ഒരു ട്രെൻഡ് തരും. അതിലെന്നാക്കും ആ വന്ന ലോസ് നമുക്ക് അവിടെ റിക്കവറി ആവും. ചോദിക്കാട്ടെ നിങ്ങൾക്ക് നമ്മളിതിപ്പോ അപ്പൊ നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ട്രേഡ് എടുക്കണോ? നിങ്ങൾ ഒരു മണിക്കൂർ എത്ര ട്രേഡ് എടുക്കാം? അതായത് ഒരു മണിക്കൂറേ മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണ്ടു. അതില് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്, വാലിഡ് എൻട്രി പോയിന്റിന് ചെക്ക് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതില് അതിന്റെ കാര്യങ്ങൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതായത് അതിലുള്ള ചെക്ക് പോയിന്റ് എന്ന് പറയുന്നത് പ്രോപ്പർ അത്രയും 100% നമുക്ക് അത്രയും ഒരൊറ്റ ട്രേഡേ കിട്ടും നിങ്ങൾക്ക്. നല്ല ആ ഒരു ചെക്ക് ലിസ്റ്റിൽ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തെടുത്താൽ നല്ല ട്രേഡ്, അത്രയും ആക്യുറേറ്റുള്ളതായ ട്രേഡാണ് അതിൽ നിങ്ങൾക്ക് ആ ചെക്ക് ലിസ്റ്റ് ഫോളോ അപ്പ് ചെയ്യുമ്പോൾ എടുക്കുന്ന സമയം കിട്ടുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യം നിങ്ങൾ ചെക്ക് ലിസ്റ്റ് കംപ്ലീറ്റ് ആവുന്ന ട്രേഡ് മാത്രം എടുക്കുക. ചെക്ക് ലിസ്റ്റിൽ 85% കൺഫർമേഷൻ വരുന്ന ട്രേഡ്സ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്തെടുക്കുക. ചിലത് TP1 എന്നായിരിക്കും കൺഫർമേഷൻ കിട്ടുന്നത്, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് എൻട്രി ആവാം, ചെറിയത്. ആദ്യം ഇനീഷ്യലി നിങ്ങൾ എന്താക്കുക, എല്ലാം TP1 ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ട്രേഡ് എടുക്കാം. ഒരു 1:1 ടാർഗറ്റിൽ ട്രേഡ് എടുക്കാം എപ്പോഴും. അതിൽ നിങ്ങൾ ഗോൾഡിലാണ് മാക്സിമം എടുക്കാറ്. ഗോൾഡിൽ ഒരു $5 ഒരു $6 SL വെച്ചിട്ടാണ് ഞാൻ എടുക്കാറ്. എത്രയാണ് ക്യാപിറ്റല്? ക്യാപിറ്റൽ ഇപ്പൊ ഒരു 9,000 ആയിരുന്നു, അതിപ്പോ ഒരു 930 ആയി. ഓക്കെ, അതായത് എപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് 900 ആണോ? 900. ഓക്കെ, 930 ആണെങ്കിൽ ക്യാപിറ്റൽ ആണെങ്കിൽ ഓക്കെ, ഇനീഷ്യലി നിങ്ങൾ ഈ പറഞ്ഞ ഈ സ്റ്റേജിൽ തന്നെ നോക്കുക, നിങ്ങൾക്ക് SL ഓക്കെ $5 SL ആണെങ്കിൽ ഒരു $10 ടാർഗറ്റ്, ഓക്കെ, അല്ലെങ്കിൽ $15 ടാർഗറ്റ് TP, അതായത് 1:1. അപ്പൊ എല്ലാത്തിനും ഈ $5 തന്നെ കീപ്പ് ചെയ്യാം. എപ്പോഴും ഈ $5, എപ്പോഴും $5. ഈ ഒരു മാസം നിങ്ങൾ എന്നാക്കുക, ഒരു മാസം $5 SL വെച്ചിടും. ട്രേഡ് എത്ര എടുക്കും? അതായത് എല്ലാ ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യുമ്പോൾ വേണോ ട്രേഡ് എടുക്കാൻ? നിങ്ങൾ ട്രേഡ് അതായത് ക്ലോസ് ചെയ്യുമ്പോൾ ട്രേഡ് എടുക്കണം എന്നല്ല. അതായത് നിങ്ങൾ ശരിക്കും അതായത് ഹൈക്കനാഷ് ക്യാൻഡിലേക്ക് മൂവ് ചെയ്യാം. എല്ലാവരും ഹൈക്കനാഷ് ക്യാൻഡിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഹൈക്കനാഷ് പറയാൻ കാരണം പ്രോപ്പർ എൻട്രീസ് ആണ് ഹൈക്കനാഷിൽ വരുന്നത്, വെറുതെ കുറെ എൻട്രീസ് വരൂല. ഇവിടെ തന്നെ നിങ്ങളിപ്പോ ഒരു ക്യാൻഡില്, അതായത് ഇപ്പൊ ഇവിടെ നിന്നാണ് ഇതിന്റെ ആദ്യം ഇവിടെ ഒരു കൺഫർമേഷൻ, ഇവിടുന്ന് ഈ ക്യാൻഡിലാണ് ഇതിന്റെ കൺഫർമേഷൻ വരുന്നത്. നമുക്ക് എവിടെയാണ് അതിന്റെ കൺഫർമേഷൻ വരുന്നത്, ആ സ്പോട്ടിൽ തന്നെ എന്നാക്കാം, മാർക്കറ്റിൽ തന്നെ എൻട്രി ആവാം. അത് പറയാൻ കാരണം അതായത് ഇപ്പൊ ഇവിടുന്ന് നമുക്ക് ഈ സ്ട്രോങ്സ് ബൈ വന്ന മാർക്കറ്റിൽ എൻട്രി ആവാം. പരമാവധി ഈ പോയിന്റ് വരുന്ന സ്പോട്ടിൽ എൻട്രി ആയി കഴിഞ്ഞാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് SL നിങ്ങൾക്ക് ആ ലോയിൽ തന്നെ വെക്കാം, ആ ചെറിയ പോയിന്റിൽ. ചെറിയൊരു പക്ഷെ അത് ചിലപ്പോ ഇപ്പൊ ഇതിൽ സ്ട്രോങ് ബൈ തന്നത് 1.8. അതായത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഗോൾഡ് എടുത്തു, ഇപ്പൊ ഇവിടെ കണ്ടോ, ഗോൾഡിൽ എന്താണ് ഇവിടെ നിന്ന് ഇതുവരെ കളിക്കുന്ന അത്ര, ഇതിപ്പോ കംപ്ലീറ്റ് പോസിറ്റീവ് ആണ്. റൈസിംഗ് റിസ്ക് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ പോസിറ്റീവാ. എൻട്രി എടുത്തോ? ഈ റൈസിംഗ് റിസ്ക്
അപ്പൊ അത് റൈസ് ആവുന്നല്ലേ? ഇല്ല അത് റൈസിംഗ് റിസ്ക് കാണിക്കുന്നത് ഇപ്പൊ ഇവിടുന്ന് അലയണ്ടാവും. അതായത് ആ ഒരു പോയിന്റിന് മാത്രം ഒന്നാക്കണ്ട, ബാക്കിയൊക്കെ പോസിറ്റീവ് ആണ്. നമ്മൾ നേരത്തെ എടുത്ത എൻട്രി ആണ്. ഇതിപ്പോ ടി പി കംപ്ലീറ്റ് ചെയ്യും. ലൈവായിട്ട് കണ്ടോ, ഈ ഏരിയ ഇപ്പം ബ്രേക്ക് അടിക്കും, ടി പി ഇത് ഇപ്പം കംപ്ലീറ്റ് ചെയ്യും. ഇവിടെ ഞാനിപ്പോ ഇത് ഇത്രയും ലോസ് വെക്കുന്നുള്ളൂ. ഇതാണ് സപ്പോർട്ടിങ് ഏരിയ, ഇത്രയും വെക്കുന്നുള്ളൂ. ഇത്ര വെച്ചാൽ മതി. ഓക്കെ, ഇതിപ്പോ ഈ ടി പി എന്നാക്കും, കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ ദാ ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യലോട് കൂടി ഇത് ടി പി 3 കംപ്ലീറ്റ് ആവും. ലൈവായിട്ട് കാണാം. ഇപ്പം ടി പി 3 ഈ ട്രേഡ് കംപ്ലീറ്റ് ആവും. ചില ഇതാ നിങ്ങൾ ലൈവായിട്ട് നോക്കി, ഇതൊക്കെ പോസിറ്റീവ് ആണ്, എല്ലാം പോസിറ്റീവ്. ആകെ റൈസിംഗ് റിസ്ക് അല്ലേ നിങ്ങൾ ലൈവ് നോക്കിയേ, ഒരു 5% അല്ലേ, 100-ൽ 5% അല്ലേ ഇപ്പൊ ഇല്ലാത്തത്. കുഴപ്പമില്ല, നമുക്ക് എൻട്രി നിങ്ങൾ ഒന്നാകെ പ്ലേസ് ചെയ്ത് വെക്കാം. പച്ചക്ക് അലയണ്ടാണ്, ബാക്കി കാര്യങ്ങളൊക്കെ എന്താണ്, അലയണ്ടാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് എന്താവും, നമുക്ക് അടുത്ത കംപ്ലീറ്റ് ആവും, എൻട്രി വരും. ഒരു 1 മിനിറ്റ് തിരിയും. മാർക്കറ്റ് കുറച്ച് സമയമായി മാർക്കറ്റ് എന്താകുന്നത്, മാർക്കറ്റ് ഇങ്ങനെ സ്റ്റേബിളായി കളിക്കുന്നത്. അതായത് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ടിനുള്ള മൊമെന്റ് ആണ്, ഇത് ബ്രേക്ക് ഇവൻ നടത്താനുള്ള മൊമെന്റ് ആണ് മാർക്കറ്റ് ഈ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. വേറെ ഒന്നുമല്ല, അവിടുന്ന് ഒരു ബ്രേക്ക് ഇവൻ നടത്തണം മാർക്കറ്റിന്. ആ ഒരു ബ്രേക്ക് ഇവൻ നടത്താനുള്ള മൊമെന്റ് കുറേ സമയമായി കളിക്കുന്നു, കുറച്ചധികമായി. ഈ ഹയർ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് ട്രെൻഡ് മാറും. അപ്പൊ അതിലൊരു കാര്യമാണ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പാസ്സാകുന്നില്ല. ഒരൊറ്റ ക്യാൻഡിൽ പാസ്സായി കഴിഞ്ഞാല് മാർക്കറ്റ് ടി പി 3 ഹിറ്റ് ചെയ്യും. അപ്പൊ ഈ റേസിംഗ് റിസ്ക് ഒക്കെ മാറും. അപ്പൊ അത് ഇവിടെ നിന്ന് അങ്ങോട്ട് പാസ്സാവാത്തോണ്ടാണ് ആ റിസ്കിൽ ഇങ്ങനെ എന്നാക്കുന്നത്, നിൽക്കുന്നത് മാർക്കറ്റ്. ഇവിടുന്ന് അങ്ങോട്ട് അത് പാസ്സാവാത്തോണ്ടാണ് റൈസിംഗ് റിസ്കിൽ ഇങ്ങനെ എന്നാക്കുന്നത്, മാർക്കറ്റ് നിൽക്കുന്നത്. ചെറിയ വിക്ക് ക്യാൻഡിൽ അപ്പുറം പോയിട്ടുണ്ട് പുറത്തേക്ക്. എപ്പോഴും അതായത് എസ് എൽ ഞാൻ പറഞ്ഞില്ലേ, എസ് എൽ അതായത് നമ്മൾ എപ്പോഴും, അതായത് ഇപ്പൊ എസ് എൽ അടിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ട്രേഡ് എടുക്കാം. അപ്പൊ നമുക്ക് എപ്പോഴും അക്സെപ്റ്റബിൾ എസ് എൽ, അതായത് 1% വെക്കാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് അത് ഓക്കെയാണ്, $5 തന്നെ വെച്ചിരുന്നാക്കാം, കീപ്പ് ചെയ്ത് പോവാം. ഒരു മാസം നിങ്ങൾ $5 എസ് എൽ വെച്ചുവിടും. ഓക്കെ, അത് ഈ ഗോൾഡ് ആയതുകൊണ്ട് ഈ $5 ഒക്കെ പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാം. അപ്പൊ എല്ലാം എസ് എൽ പോയിട്ട് ഇങ്ങനെ ഹിറ്റ് അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എസ് എൽ ക്യാച്ച് ചെയ്യുന്നതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എപ്പോഴും ഗോൾഡിൽ എന്നാക്കാം, ഓക്കെ ഒരു $10 എസ് എൽ കീപ്പ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എപ്പോഴും $5 വെക്കുമ്പോൾ അത് എസ് എൽ അടിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു ആദ്യത്തെ ഒരു ദിവസം 3 ട്രേഡ് എടുക്കാം. 3 ട്രേഡും അതായത് $5 എസ് എൽ അടിച്ചിട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്നാക്കാം, അത് പതിയെ എന്നാക്കാം, $10 വെച്ചിട്ട് ചെയ്ത് നോക്കാം. $10 വെച്ചിട്ട് ചെയ്ത് നോക്കുമ്പോൾ അത് ഓക്കെ ആണെങ്കിൽ, ആ ഒരു സിസ്റ്റം ഓക്കെ ആണെങ്കിൽ പിന്നെ 10-ൽ എന്നാക്കാം, 10-ൽ തന്നെ ഫോളോ ചെയ്യാം. 10-ൽ ഫോളോ ചെയ്തിട്ട് പോകുന്ന സമയം അത് ബ്രേക്ക് ഈവൻ ചെയ്യുകയാണെങ്കിൽ, അതും അടിക്കുന്നതാണെങ്കിൽ എന്നാക്കാം, അതുകൊണ്ട് 15-ലേക്ക് വെക്കാം. അതായത് എവിടെയാണ്, അതായത് നമുക്ക് ഒരു പ്രൊസീജിയർ മാറുമ്പോൾ അടുത്ത പ്രൊസീജിയർ 5-ൽ നിങ്ങൾ പറയുകയാണെങ്കിൽ എപ്പോഴും 5 അടിച്ചിട്ട് മേലിലേക്ക് പമ്പ് ചെയ്യുകയാണെന്ന അവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ലൈവ് ആണ്, ഞാൻ പറഞ്ഞില്ലേ, അത് പാസ്സാവും. ഈ ഒരു ലൈൻ പാസ്സാവലോട് കൂടി എന്നാ, ഈ ഒരു ഓറഞ്ച് ലൈൻ കണ്ട, ഈ ഒരു ഓറഞ്ച് ലൈൻ പാസ്സാവലോട് കൂടി ഈ റൈസിംഗ് റിസ്ക് മാറും. അതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടും. അതായത് ട്രേഡിംഗ് അറിയുന്നവർക്ക് അറിയായിരിക്കും. അതായത് ഇപ്പൊ ഹൈ ആണെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിയാൽ മതി. ബുദ്ധിമുട്ടേ ഇപ്പൊ അവിടെ ഉള്ളൂ. അതാ, അത് ബ്രേക്ക് ആവുന്നുണ്ട്. അത് ഏകദേശം അടുത്തൊരു ക്യാൻഡിൽ ഇതിന്റെ അപ്പുറം തുറന്നാൽ മതി. അതാ, അത് ബ്രേക്ക് ആവുന്നുണ്ട്. അത് ബ്രേക്ക് ആവില്ല, അത് ബ്രേക്ക്. ഇനിയില്ല, ഇനി നോക്കണ്ട, റോക്കറ്റ് വന്ന് ഇത് ഫുള്ള് കംപ്ലീറ്റ് ആവും. ഒരു ടീം എൻട്രി ആയിട്ടുണ്ട് മാർക്കറ്റിൽ. ഇപ്പൊ ഒരു ടീം എൻട്രി ആയിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ആവും. റോക്കറ്റ് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞതാ, സേഫ് ആയി, ഫാളിങ് സേഫ്. ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു അല്ല, ഞാൻ അതാ പറഞ്ഞത്, ആ സാധന കടക്കലോടുകൂടി ഞാൻ പറഞ്ഞു അതിപ്പോ സേഫ് ആവും. ഇത്രയേ ഉള്ളൂ. അത് പിന്നെ ഇനിയിപ്പോ അത് ട്രെൻഡ് മാറി.
അതന്നെ ഇപ്പൊ ട്രെൻഡ് മാറി. ഓക്കെ. ആ അപ്പൊ ഇതാണ് ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യാൻ. അപ്പൊ ഇതായിട്ടൊന്ന് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാല് ഇത് കാണാപ്പടം പഠിക്കല്ല വേണ്ടത്. നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ കിട്ടിക്കഴിഞ്ഞാല് ഒരു എൻട്രി എടുക്കുന്ന സമയം നിങ്ങളിപ്പോ ഒരു എൻട്രി വന്നു എന്ന് കൂട്ടാം. ആ എൻട്രി എടുക്കുന്ന സമയം എന്നൊക്കെ അത് വാച്ച് ചെയ്യാൻ നിങ്ങൾ ഡെമോയിൽ എന്തൊക്കെയാണ് അവിടെ മാറ്റങ്ങൾ വരുന്നത് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾ ആകെ ഇതേ പഠിക്കാനുള്ളത്. എൻട്രി എടുത്ത് എന്തൊക്കെ ഓക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻട്രി എടുത്ത് ഇന്ന കാര്യങ്ങൾ അത് നോട്ട് ചെയ്യുക, അത് റെഡിയാക്കുക. അതൊന്നും നിങ്ങൾ സെറ്റ് അതായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് വരാനുള്ള ടൈമേ എടുക്കും. പെട്ടെന്ന് ചില ആളൊരു 10 ദിവസം കൊണ്ട് കയറും, ചില ആള് പെട്ടെന്ന് റെഡിയാകും. അപ്പൊ അത് ഒന്ന് അതായിട്ട് ടൂളായിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് വരാനുള്ള ഒരു ടൈം മാത്രമേ അവിടെ നിന്നാവൂ നമുക്ക് ഇതിലെടുക്കും. ബാക്കി പ്രശ്നമൊന്നുമില്ല. ഇവിടെ റോക്കറ്റ് ഇപ്പൊ അടുത്തൊന്നും റോക്കറ്റ് ആണെങ്കിൽ എന്നാകും മാർക്കറ്റ് ഈ ക്യാൻഡിൽ ഇപ്പൊ കംപ്ലീറ്റ് ആകും. അടുത്തൊന്നും റോക്കറ്റ് തന്നെ ആയിരിക്കും. ചില അത് ബ്രേക്ക് ആയിട്ടുണ്ട് മാർക്കറ്റ്, ആ ഏരിയ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇതേപോലെ നമ്മൾ എന്നാക്കാൻ നിങ്ങൾ ട്രേഡ് എടുക്കുന്ന സമയം ആ ഒരു മണിക്കൂർ മാർക്കറ്റിൽ നിർബന്ധമായി സ്പെൻഡ് ചെയ്യുക. ഒരൊറ്റ മണിക്കൂർ നിർബന്ധമായി മാർക്കറ്റിൽ സ്പെൻഡ് ചെയ്യണം. അതല്ലെങ്കിൽ ട്രേഡ് എടുക്കേ വേണ്ട. വെച്ചാല് അത് നമുക്ക് നിർബന്ധം. ആ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ ആ ഒരു മണിക്കൂറിൽ നിങ്ങൾക്ക് എന്താണ് വാല്യൂ, ഒരു മണിക്കൂറോട് കൂടി നോക്കിയത് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുക, മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇതിപ്പോ ഹോൾഡ് ചെയ്യാം. ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 26 ഒരു അരമണിക്കൂർ ആയിട്ടും ഒരു എൻട്രി നമുക്ക് കിട്ടി. എന്നാൽ വെയിറ്റ് ചെയ്യാം. ഒരു അരമണിക്കൂറുണ്ട്. അതായത് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്ത് ഒരു എൻട്രി നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അത് ഏതെങ്കിലും ഒന്നിൽ എന്തായാലും ചില ഗോൾഡിൽ എന്തായാലും കിട്ടും. മാർക്കറ്റ് നല്ല കുഴപ്പമില്ലാത്ത ഒരു മാർക്കറ്റാണ്. അതെല്ലാം ടി അതെ, പി ഗോൾഡിൽ എൻട്രി ഇടയ്ക്കിടയ്ക്ക് ആ കിട്ടും. അത് എല്ലാം TP1. അതായത് ഇതിൽ ഇന്ന് അത്യാവശ്യം മോശമില്ലാത്ത കുറെ എൻട്രി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഓൾറെഡി എന്റെ ഇന്ന് ട്രേഡ് ഇവിടെ കംപ്ലീറ്റ് ആയതാണ്. ഈ ഒരു എൻട്രിയിൽ കംപ്ലീറ്റ് ആയതാണ് ഞാൻ ഇന്ന്. ഓൾമോസ്റ്റ് ഒരു ഈവനിങ് ടൈം വന്നതാണ് ഇന്ന്. 2:10 ഉച്ചക്ക് വന്നൊരു എൻട്രി. ഞാൻ ഇവിടെ ഇന്ന് കംപ്ലീറ്റ് ആയതാണ്. അപ്പൊ ഇന്ന് വേറെ എൻട്രിയിൽ ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല അതില്. അപ്പം എൻട്രീസ് ഒക്കെ നമുക്ക് നല്ല നല്ല എൻട്രീസ് കിട്ടും. അപ്പൊ ആ ടൈം ഒന്ന് മാർക്കറ്റിൽ നിന്നാക്കിയാൽ മതി, സ്പെൻഡ് ചെയ്താൽ മതി. ആ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. അവിടെ ആ എൻട്രി എത്രയാണ് കിട്ടുന്നത് അതുമായി എന്നാക്കാൻ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവാന്നുള്ളതാണ് നമ്മൾ എന്നാക്കേണ്ടത് മേജറായിട്ട് ചെയ്യേണ്ട കാര്യം. ഇതാണ് ഇപ്പൊ അടുത്ത ക്യാൻഡിൽ വരാനായി. അതാണ് ഒന്ന് ഇങ്ങനെ ക്യാൻഡിൽ താഴുന്നത്. അടുത്തതും മേലിലേക്ക് തന്നെയാവും. ഷുവറാണ്, അടുത്തതും മേലിലേക്ക് തന്നെയാണ്. ഇപ്പം വരും ഒരു 1 മിനിറ്റ് കാണിക്കുന്നുണ്ട്. MT5 എപ്പോഴും SL നിങ്ങൾ ഇതിൽ വെക്കുന്ന കുറച്ചധികം വെക്കേണ്ട നിർബന്ധമാണ്. അത് പറയാൻ കാരണം അത് ഭയങ്കര ഫാസ്റ്റ് മൂവ്മെന്റ് ആയതുകൊണ്ട് എപ്പോഴും എന്താക്കും SL ഹിറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ്, പോയിന്റിൽ ഹിറ്റ് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് കയറല്. അതേപോലെ MT5 ചെയ്യുന്നവർ ചാർട്ട്, ഇത് ബിനാൻസിന്റെ ചാർട്ടാണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. എന്ന് പറഞ്ഞൊരു ചാർട്ട് ഉണ്ട്. ഇതാണ് നിങ്ങൾ MT5 കാർ എടുക്കേണ്ടത്. ഓവാണ്ട എന്ന് പറഞ്ഞൊരു ചാർട്ട് ഉണ്ട്. ഇതാണ് MT5 ഉപയോഗിക്കുന്നത് കേട്ടാ. ഇതിലിപ്പോ റോക്കറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് MT5 ഓവാണ്ട. ഇതാണ് ചാർട്ട് എടുക്കേണ്ടത്. ഇതാണ്ട ഇതിപ്പോ രണ്ടാമത്തെ റോക്കറ്റ് വന്നു. ഓക്കെ, ഓവാണ്ട ആണ് മാർക്കറ്റ് എടുക്കേണ്ടത്. രണ്ടാമത്തെ റോക്കറ്റ് വന്നു. മാർക്കറ്റ് അത് കയറും. മാർക്കറ്റ് ഉണ്ടാവും. ഓവാണ്ടായാലും മാർക്കറ്റ് പമ്പ് ചെയ്യുന്നുണ്ട്. അത് കയറും. മാർക്കറ്റ് ഇനി കയറും. സ്റ്റേബിൾ ആവൂല. മാർക്കറ്റ് അവിടെ നിന്ന് പമ്പ് ചെയ്യും. ഇത് കംപ്ലീറ്റ് ആവട്ടാ. അത്യാവശ്യം മേലിലേക്ക് മാർക്കറ്റ് കയറും. ഇതിലിപ്പോ ഇത് പോയിട്ടുണ്ട്. അടുത്ത ക്യാൻഡിലിന് വെയിറ്റിംഗ് ആണ്. ക്യാൻഡിൽ വരട്ടെ. ഓവാണ്ടയിലാണ് ചാർട്ട്. ഓവാണ്ട എടുക്കാം. അടുത്ത റോക്കറ്റ് വന്നു. ഈ റോക്കറ്റ് ഒക്കെ വരുമ്പോണ്ടല്ലോ ധൈര്യമായിട്ട് അവിടെ ഹോൾഡ് ചെയ്ത് നിൽക്കാം. നമുക്ക് കുഴപ്പമൊന്നുമില്ല മാർക്കറ്റിൽ. അവിടെ ഒരു നല്ല ഒരു ടീം, നല്ലൊരു എന്താ പറയാ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇത് വരുമ്പോഴാണ് റോക്കറ്റ് എന്നുള്ള ഇത് വരുന്നത്. അവിടെ നോർമൽ ആൾക്കാർ, നോർമൽ ടീം കയറുമ്പോൾ റോക്കറ്റ് വരില്ല. അതേപോലെയാണ് ക്രാഷ് വരുന്നത്.
ഒരു വലിയ വോളിയം മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ്, എമൗണ്ട് പോകുമ്പോഴാണ് ആ ക്രാഷ് സോണ് മാർക്കറ്റിൽ എന്നാവല് പ്ലേസ് ചെയ്ത് വരുന്നത്. ഓക്കെ. ആ, അതാണ് നമ്മളിപ്പോ ആ സെല്ല് എടുക്കുന്ന വെച്ചാൽ ഇത് റൈസിംഗ് റിസ്ക് ആണോ നോക്കേണ്ടത്, അതോ സെല്ല് എടുക്കുമ്പോൾ റൈസിങ് റിസ്ക്. റൈസിംഗ് റിസ്ക് ആണോ? യെസ്, ഓക്കെ. റൈസിങ് റിസ്ക് ആവും. അതായത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഏതിലേക്ക് നിങ്ങൾക്ക് നോക്കാം, കളർ കോഡിൽ ഇത് നോക്കാട്ടാ. ഇപ്പൊ ഫുള്ള് ആ ബിയറിഷ് ആണെങ്കിൽ ഫുള്ള് റെഡ് ആവും. ഗ്രീൻ. റെഡ് ആവാത്ത ഏരിയ എന്ന് പറയുന്നത് ഒന്ന് ഈ സെഡ് സ്കോർ മൈനസിലേക്കാണ് ആവൂല, റെഡ് ആവും. സ്കോർ. ആ, ട്രാപ്പ് ചെക്ക് അവിടെ അത് വാലിഡ് ആണ്, അല്ലെങ്കിൽ ബിയർ ട്രാപ്പ്, ബുൾ ട്രാപ്പ്. ബിയർ ട്രാപ്പ് അവിടെ എഴുതി കാണിക്കും. ആ, ഓക്കെ, ഇത് റെഡ് ആവാത്ത കാര്യമാണ് പറയുന്നത്. പിന്നെ ഉള്ളതാണ് സേഫ്റ്റി ഗാർഡ് റെഡ് ആവൂല, സെക്യൂർഡ് ആണ്. ഡേഞ്ചർ ആണെങ്കിൽ റെഡ് ആവും. ഓക്കെ, റെഡ് ആവും. റെഡ് ആവും. അങ്ങനെ ഒരു ഇത്രയും രണ്ടെണ്ണം, ഈ മൂന്നെണ്ണം എന്താവാത്തുള്ളൂ, റെഡ് ആവാത്തതുള്ളൂ. ബാക്കിയൊക്കെ കളർ മാറും. അതായത് ഇപ്പൊ ഇവിടെ കണ്ടോ, ഇപ്പൊ ഇവിടുത്തെ അക്യുമുലേഷൻ ഒക്കെ മാറും, ഡേഞ്ചർ ആവും, ഇതൊക്കെ മാറും. വൈലാക്ട്, അഗ്രസീവ് ഒക്കെ മാറും താഴേക്ക് വരുമ്പോ. അതായത് നിങ്ങൾ ഇത്രയും കണക്കൂട്ടുണ്ട്. അതായത് ഇതൊക്കെ ഒരു സാധനം പൊട്ടിപ്പൊളിന് താഴേക്ക് വീഴുന്ന സമയം എല്ലാം മാറും. ഡിസ്ട്രിബ്യൂഷനും ഡേഞ്ചറും എല്ലാം മാറും. സേഫ്റ്റി ഗാർഡ് ഡേഞ്ചർ ആവും, കംപ്ലീറ്റ് കാര്യം അങ്ങോട്ടേക്ക് മാറും. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഇതൊക്കെ നിങ്ങൾക്കുണ്ടല്ലോ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ വേർഡുകൾ ഉപയോഗിക്കാത്ത കേട്ടാ. അപ്പൊ ഇത് കേറും, ഇത് മാർക്കറ്റിന് കയറും, ഇത് കംപ്ലീറ്റ് ആവും, താഴേക്ക് വരൂല കേട്ടാ. ഇത് ഇവിടുന്ന് സോണൊക്കെ ബ്രേക്ക് ചെയ്തു, അടുത്ത സോണിലേക്ക് പോയാണ് മാർക്കറ്റ്. പിന്നെ എവിടം വരെ പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു സോൺ എന്ന് പറയുന്നത് ഇപ്പൊ മേലിലേക്കാണ് പോകുന്നത്. 100 ഒക്കെ കംപ്ലീറ്റ് ആയി. ഇപ്പൊ അടുത്തൊരു ഹൈ ഇവിടെ ഇപ്പൊ അടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ അതായത് ആ ഒരു ഏരിയ എന്ന് പറയുന്നത് TP2 വരെ അത് മാർക്കറ്റ് പോകും എന്തായാലും. ഈ ഒരു ഏരിയ വരെ മാർക്കറ്റ് കയറും, സപ്പോർട്ട് എടുക്കാൻ പോകും. ഓക്കെ, ഈ ഒരു ഏരിയയിലൊക്കെ എന്തായാലും സപ്പോർട്ടിന് പോകും. ഇപ്പൊ മാർക്ക് ചെയ്ത ഏരിയ ഉണ്ടല്ലോ, 4108. ഈ ഒരു ഏരിയയിലേക്ക് സപ്പോർട്ടിന് പോകണം. ഫസ്റ്റ് ഈ ഏരിയയിൽ സപ്പോർട്ട് എടുക്കണം ഇത് മാർക്കറ്റ്. വെച്ചാൽ ഇത് ബ്രേക്ക് ആയി, സോണ് ബ്രേക്ക് ചെയ്തു. സോൺ ബ്രേക്ക് ചെയ്തപ്പോ ഈ ഏരിയയിലേക്ക് സപ്പോർട്ടിന് പോകണം. അതാണ് അതിന്റെ മുന്നത്തെ ഹൈ വരുന്നത്. ഈ ഏരിയ സപ്പോർട്ട് എടുത്തിട്ട് ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ എന്താകും, അടുത്ത സപ്പോർട്ടിലേക്ക് പോകും. അല്ലെങ്കിൽ ഇത് ഇവിടുന്ന് എന്താകും, ഇവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് ഇവിടുന്ന് എന്താക്കും, ഇവിടെ സ്റ്റേബിൾ ആവാൻ വേണ്ടി മാർക്കറ്റ് വരും. ഇനിയും വരും. ഇപ്പൊ ഇവിടൊക്കെ ഇത് കണ്ട കംപ്ലീറ്റ് പോസിറ്റീവായി, സ്ട്രോങ്ലി പോസിറ്റീവായി കാര്യങ്ങൾ. റോക്കറ്റ് നമുക്ക് അവിടെ ഹോൾഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല, ഹോൾഡ് ചെയ്ത് നിൽക്കാം, നോക്കാം. മാർക്കറ്റിന്റെ കണ്ടീഷൻ മാറുന്ന കാണുമ്പോൾ സെഡ് സ്കോർ അതേപോലെ എവിടുന്ന് എക്സിറ്റ് ആവണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. സെഡ് സ്കോർ മൈനസിലേക്ക് വരുന്നു, അതായത് എല്ലാം ഇങ്ങനെ ഉള്ളിച്ചിലേക്കാണ്. സെഡ് സ്കോർ ഇതിലേക്ക് വരുന്നു, വല്ല ബുൾ ട്രാപ്പോ ബിയർ ട്രാപ്പോ വരുന്നു, അങ്ങനെ റിസ്ക് ഇതൊക്കെ കൂടുന്നു. ഇതൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് മാറുന്ന കാണുന്നുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് നന്നാക്കാം, ഒന്ന് എക്സിറ്റ് ആ. അതേപോലെ തന്നെ എക്സോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. എക്സോസ്റ്റ് വരുമ്പോൾ ഒന്ന് അലേർട്ട് ആവുക. അതായത് എക്സോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സോസ്റ്റ് ഇവിടെ വന്നു, ഇപ്പൊ ഒരു 2-3 എക്സോസ്റ്റ് വന്നിട്ട് എക്സിറ്റ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാർക്കറ്റിൽ നിന്ന് ഒരു ടീം ആ ടീം എക്സിറ്റ് ആയിട്ടുണ്ടെന്നാണ്. എക്സോസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സിറ്റ് വരും. എക്സോസ്റ്റ് വരുമ്പോൾ അലേർട്ട് ആവാം. അതായത് അവിടെ ഒരു ആക്ഷൻ, ഒരു കാര്യം, ഒരു ആക്ഷൻ നടന്നിട്ടുണ്ടെന്നാണ്, ഒരു ടീം എൻട്രി ആയിട്ടുണ്ട്. അത് ബുള്ളാവാം, ബൈ ആവാം, എന്തും ആവാം എക്സോസ്റ്റ് എന്ന് പറയുമ്പോൾ. പക്ഷെ അതായത് ഇതില്, അതായത് നമുക്ക് റോക്കറ്റ് വരുന്ന എൻട്രീസ് ഒക്കെ അത്യാവശ്യം പമ്പ് ചെയ്യാതെ ഇറങ്ങൂല. കുറച്ചൊക്കെ മാർക്കറ്റ് കയറാതെ അത് മാർക്കറ്റ് ഡൗൺഫാളിലേക്ക് വരൂല. അത് ഷുവറാണ്. ഇപ്പൊ അടുത്ത ക്യാൻഡിൽ വരും, ഒരു 5 സെക്കൻഡ് 3 സെക്കൻഡ്. നെക്സ്റ്റ് ക്യാൻഡിൽ എന്താണ് നോക്കാം. ഈ ബുള്ള് വന്നാൽ അത് ബുള്ളിഷിന്റെ ഒരു മീനിങ് ആണല്ലേ? ആ ക്യാൻഡിലിന്റെ ഈ ക്യാൻഡിൽ ഇപ്പൊ ബുള്ളും ബിയറും ഇങ്ങനെ നല്ല ഇത് നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ വീണ്ടും ബുള്ള് തന്നെയാണ് ആ ക്യാൻഡിൽ നിലനിന്നത്. ആ ക്യാൻഡിലിന്റെ ഒരു എന്താ പറയാ ആധിപത്യം കാണിച്ചതാണ് അത്.
ആ ഓക്കെ. അവിടെ അത് ചെറുങ്ങനെ ഒരു കാരണം ചിലപ്പോ ആ പുള്ള് മാത്രം ചില ക്യാൻഡിൽ കാണാം. ചില കാണുക അതിങ്ങനെ കാണുന്ന സമയം ആ ഒരു കാൻഡിലിൽ ആധിപത്യം ബുള്ളിനാണ്, അതായത് ബുള്ളിഷിലേക്ക് കാണുന്നത് നിങ്ങൾ ഇതിനാണ്. ഇവിടെ നോക്കുന്ന സമയം എന്താ ഇത് ബിയർ വന്നെന്ന് കൂട്ടാം, ഒന്നാക്കാൻ വല്ല ഒന്ന് ഉം. അലർട്ട് ആവാം. ആധിപത്യം ഉം. എന്താകുന്നുണ്ട് അടിച്ച് കയറുന്നതാ. ആധിപത്യം ആ. എന്താക്കുന്നുണ്ടാവും അവർ വെച്ചാൽ ചില ക്യാൻഡിൽ അങ്ങനെ ഉണ്ടല്ലോ, ഫുൾ റെഡ് ഷോപ്പ്. ഗ്രീന് അതെ കാണും, അതെ. പക്ഷെ ബാക്ക് എൻഡിൽ അതിന്റെ ഉം. കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവില്ല. എന്തായിരിക്കും കൂടുതലും ഉം. ഡൗൺ ട്രെൻഡിൽ ഇതായിരിക്കും. ഉം. 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 ആ. ഉം. CP1 അടിച്ചു. നമുക്കിപ്പോ SL ട്രെയിൽ ചെയ്ത് പോയിക്കൂടാ? ഇപ്പൊ ഞാനും ആ ട്രേഡ് എടുത്തിണ്ടായിരുന്നു. ആ SL ഇപ്പം മാറ്റി എൻട്രി പോയിന്റിക്ക് ഓ വെച്ചൂടെ ഇനി ഷുവർ വേണമെങ്കിൽ? ഷുവർ 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 100% അങ്ങനെ അതൊക്കെ ട്രേഡ് ചെയ്യാം. ചെയ്തു. ഓക്കെ. അതൊക്കെ ഞാൻ ചെയ്യുന്നത്, അതൊക്കെ ഞാൻ ട്രെയിനിങ്ങിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അത് സ്റ്റാർട്ടിങ്ങിൽ ഈ ഓക്കെ. കാര്യങ്ങൾ നമ്മൾ അതൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ നെക്സ്റ്റ് ലെവലില്ല. ഈ ട്രയൽ ചെയ്ത് പോവാന്ന് ഓക്കെ. പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത് പറഞ്ഞു കൊടുത്താൽ അറിയുന്നതൊക്കെ നോക്കും പെട്ടെന്ന്, അറിയാത്തൊക്കെ പറഞ്ഞു ആ. കൊടുത്താൽ കൺഫ്യൂഷൻ ആവും, ഫുള്ളി കൺഫ്യൂഷൻ ആ ആവും. അതെ, സ്റ്റാർട്ടിങ് ഒരു കൺഫ്യൂഷൻ ആവും. അതെ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാര്യങ്ങൾ കൺഫ്യൂഷൻ ആവും. ഇപ്പൊ ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ SL ട്രിഗർ ചെയ്ത് കൊണ്ടുവരും, നേരെ എൻട്രിയിലേക്ക് കൊണ്ടുവരും. ആ നേരെ എൻട്രി. ഇനിയിപ്പോ ഇവിടെ നിന്നാവും അടുത്ത ഇതിലേക്ക് വരുമ്പോൾ ഞാൻ നേരെ ഒന്നാക്കും അടുത്തതിലേക്ക് കൊണ്ടുവരും. TP-യിലേക്ക് വെക്കും. ആ അങ്ങനെ ട്രിഗർ ചെയ്ത് നമുക്ക് കൊണ്ടുവരട്ടെ. ഇപ്പൊ പോസിറ്റീവ് തന്നെയാണ് കാര്യങ്ങൾ, അതെല്ലാം നല്ല സ്ട്രോങ് ആണ്. ജെഡ് സ്കോർ ഒക്കെ പ്ലസ് ഓക്കെ. 2 ആയി. ജെഡ് സ്കോർ ഒക്കെ 4-5 ആണെങ്കിൽ അവിടെ എക്സ്ട്രീം ലെവലിലേക്ക് വരും. നല്ലൊരു മൊമെന്റ് ആണ്. ഇതിപ്പോ ഒന്നുമില്ല, ഇതിപ്പോ നിങ്ങള് ഇപ്പം ഇതിന്റെ ഈ TP1 ഈ പോയിന്റിന്റെ അത്യാവശ്യം നല്ല പോയിന്റ് ആയി ഇത്. അതായത് ഇപ്പൊ ഈ ഒരു സ്ട്രോങ് ബൈ വന്നത് 40-60 നിങ്ങളൊരു ഈ ഒരു പോയിന്റ് നിന്ന് ഈ ഒരു ക്യാൻഡിൽ ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ എൻട്രി എടുക്കുന്ന കൂട്ടാം. ഈ പക്ഷെ സെക്കൻഡ് നമുക്ക് ഈ 40 60 സ്ട്രോങ് ബൈ കാണിച്ചു. ഇവിടെ പക്ഷെ ഇവിടെ മാർക്കറ്റ് ചിലപ്പോ അല്ല ഒരു അത് 40 നോക്കണ്ട, 80 അത് ഒക്കെ. നോക്കണ്ട. ഇല്ല, ഇവിടുന്ന് നിങ്ങൾക്ക് എൻട്രി എന്തായാലും കിട്ടും ഈ ക്യാൻഡിൽ. ആ ഓക്കെ. ഈ ഒരു ക്യാൻഡിൽ നിർബന്ധമായി നിങ്ങൾക്ക് എൻട്രി കിട്ടും. അതായത് ഒരു 10 പോയിന്റ് മാറിയിട്ട് എൻട്രി കിട്ടും കൂട്ടിക്കോ. അവിടുന്ന് എൻട്രി ഓക്കെ. എടുത്തവർക്ക് ഇപ്പൊ ഏകദേശം എന്നായി ഒരു 40 പോയിന്റ് കയറി. അതെ അതെ. 40 പോയിന്റ് കയറി, അതായത് അതിന്റെ എക്സിറ്റ് ഓൾറെഡി കൊടുത്തു. 40 പോയിന്റ് നമുക്ക് ഓൾറെഡി കയറി. ഇതിപ്പോ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് കുറച്ചായി 100ന്റെ മേലൊക്കെ മാർക്കറ്റ് കയറിയിട്ട് കുറച്ച് ദിവസമായി, ഒരാഴ്ചയായി. അപ്പൊ ഇങ്ങനത്തെ സാഹചര്യത്തിൽ എപ്പോഴും നമുക്ക് പറയാം മാർക്കറ്റ് എപ്പോഴും ഒരു ഹോൾ ടൈം അടിക്കാൻ നോക്കും. ആൾക്കാരെ ഒന്ന് കൗതുകത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് ലാസ്റ്റ് എത്രയാണ് ഹോൾ ടൈം അടിച്ചത്. ഇപ്പൊ 4,100 ആണെങ്കിൽ 4,1 പമ്പയിക്കും മാർക്കറ്റിന്. ആൾക്കാർക്ക് അത് കേറുന്നുണ്ട്, ഒരു ഹോൾ ടൈം അടിച്ചു എന്നുള്ള ഇതിലേക്ക്. അതിപ്പോ മാർക്കറ്റിന് ഒരു ക്രെഡിറ്റ് ആണ്. അത് ഗോൾഡ് BTC ഇങ്ങനത്തേനൊക്കെ അതൊരു ക്രെഡിറ്റാ. നിങ്ങൾ ചെറിയ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പൊ ഗോൾഡ് ഒക്കെ ഇപ്പോൾ ഹോൾ ടൈം അടിച്ച ഇന്ന് രാത്രി തന്നെ അതിന്റെ കുറെ സോഷ്യൽ മീഡിയയിൽ നിന്നാവും സാധനം വരും. ഹോൾ ടൈം അടിച്ചു ഗ്രൂപ്പിൽ വരും, ന്യൂസിൽ വരും, അവിടെ ഇടയ്ക്ക് വരും. ഗോൾഡ് അത് ഹോൾ ടൈം അടിച്ച അത് ഒരു പബ്ലിസിറ്റിയാണ്. അപ്പൊ എപ്പോഴും മാർക്കറ്റ് ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ഒരു ഹോൾ ടൈം ഹൈ അടിപ്പിക്കാനാ നോക്കല്. എന്നിട്ട് മാർക്കറ്റ് പിന്നെ ഇറങ്ങാൻ തുടങ്ങും. പിന്നെ ഒന്ന് അവിടെ നിന്ന് സ്റ്റേബിൾ ആയി പിന്നെ എന്താണ് കണ്ടീഷൻ ഒക്കെ നോക്കിയിട്ട് മാർക്കറ്റ് എന്നാവും മാറാൻ തുടങ്ങും. മാർക്കറ്റിന്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് കയറും, എന്തായാലും ഇത് കയറും. ഇതിങ്ങനെ ഈ ക്യാൻഡിൽ അടുത്തൊരു ക്യാൻഡിൽ 2-3 ക്യാൻഡിൽ അടിച്ചങ്ങോട്ടേക്ക് കയറും. അതുണ്ടാവാൻ പോകുന്നത്. ഇപ്പൊ സമയം നല്ല ഈ നൈറ്റ് ഒക്കെ നല്ല ടൈമാണ് കേട്ടാ, എടുക്കാൻ പറ്റിയ ടൈമാണ്. ഒരു ഈവനിങ് 6 മണിക്ക് ശേഷം ഒക്കെ നല്ല ഇതാണ് ഗോൾഡില് സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാം. രാവിലെ സൂപ്പർ ടൈമാണ്. ഇപ്പൊ ഞാൻ പൊതുവെ എടുക്കുന്നത് ഇതേപോലെതാ അടിച്ച് കയറാൻ പറഞ്ഞേ. അടുത്ത റോക്കറ്റ് ആണെങ്കിൽ അത് കയറും. റോക്കറ്റ് ആണെങ്കിൽ ഇത് മിക്കവാറും TP3 അടിച്ചിട്ട് പൊളിക്കേണ്ട കാണുന്നുണ്ട്. ഈ ഒരു പോക്കാണെങ്കിൽ സ്റ്റേബിൾ ആവൂല. ഈ ഒരു പോക്കാണെങ്കിൽ ഈ പാസ് ചെയ്യും, അടുത്തുനിന്ന് റോക്കറ്റ് വരും.
ഇതുണ്ടല്ല, ഇതിപ്പുറം നമ്മള് ഇതിപ്പോ നമ്മൾ നോക്കി നമ്മൾ നേരത്തെ എടുത്ത എൻട്രി കൂടിയാണ് കേട്ടോ. ഇതിലടിച്ച് കയറുന്നത് കേട്ടാ. ഇതിലാണ് നമ്മൾ എടുത്തത് നേരത്തെ. ബിനാൻസിന്റെ ചാർട്ടിലാണ് ഞാൻ എടുത്തത്. ഓക്കെ, നേരത്തെ ബിനാൻസിന്റെ ചാർട്ടിലാണ് എൻട്രി എടുത്തത് കേട്ടാ. ഓക്കെ ഓക്കെ. നോക്കണത് വേണ്ടായിരുന്നു. വേണ്ട വേണ്ട. അപ്പൊ നമുക്ക് ഈ രീതിയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല. നിങ്ങള് അതായത് ഇത് ഇത്രയേ ഉള്ളൂ, നമുക്ക് ചെയ്യാം. ഇതിപ്പോ ഒന്ന് പഠിക്കാനുള്ള സമയം എടുത്താൽ മതി. ഇതൊന്ന് സെറ്റായി വരുന്ന ടൈം അത് നിങ്ങൾ തന്നെ അതായത് ഒന്ന് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാല്, ഒന്ന് ഡെമോയിൽ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ അതിന്റെ നാക്ക് കിട്ടും. കുറേ ഷോർട്ട് കട്ട് കാര്യങ്ങൾ. ഷോർട്ട് കട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു തരാത്തതാണ്. ഞാൻ ഇപ്പൊ കുറെ ഷോർട്ട് കട്ട് ഞാൻ പറഞ്ഞു. ആദ്യം തന്നെ ഈ ഷോർട്ട് കട്ട് പറഞ്ഞു തന്നെ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ തന്നെ അത് കണ്ടെത്തി കഴിഞ്ഞാല് നിങ്ങൾ തന്നെ കണ്ടെത്തും. ഓരോന്ന് അത് ടൈം എടുക്കും, കുറച്ച് ടൈം എടുക്കും. നിങ്ങൾ തന്നെ ഓരോ സാധനം കണ്ടെത്തും. ഓക്കെ, ഇത് ഓക്കെയാണ്, ഇങ്ങനെ എടുക്കാം. ഇത് ഓക്കെയാണ്, ഇത് സെറ്റാണ്, കാര്യങ്ങൾ റെഡിയാണ്, ഇത് വരുമ്പോൾ ഇങ്ങനെ എടുത്താൽ മതി. നിങ്ങൾ തന്നെ അത് ഓരോരുത്തർ കണ്ടെത്തും. അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ആ വാലിഡ് എൻട്രി പോയിന്റിൽ അതിൽ പക്കാ കാര്യങ്ങളാണ് ഉണ്ടാവല്. ചില എൻട്രി ഒന്നും നിങ്ങൾക്ക് എടുക്കാൻ പറ്റൂല. ചിലതൊക്കെ TP1 കഴിയും. മനസ്സിലായ? ഏതില് ഞാൻ തന്ന എൻട്രി സ്കോർ ഉണ്ടല്ലോ, അത് അത്രയും ആക്യുറേറ്റുള്ള എൻട്രിയാണ് നിങ്ങൾക്ക് വരുന്നത്. ചില ദിവസം കിട്ടിയെന്ന് വരൂല. ചില TP1 എന്നായിരിക്കും കൺഫർമേഷൻ വരുന്നത്, അലയുണ്ടാവല്. ഞാൻ ഇത്രയും കൺഫർമേഷൻ ആയി ഇടുന്ന എടുത്തില്ല. അലയേണ്ടതൊന്നും അല്ലാത്ത ഇത് നിൽക്കുമ്പോഴും അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ചിലത് അലൈൻഡ് ആവില്ല, ബട്ട് ബാക്കിയെല്ലാം ഇതാവും, അലൈൻഡ് ആവില്ല. പക്ഷെ ഞാൻ അങ്ങനത്തെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതുണ്ടല്ലോ, ആ കാര്യങ്ങള് സ്വയം പഠിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു കൊടുക്കും. അതായത് അത് നമുക്ക് അവിടെ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ ചെറുങ്ങനെ കാര്യങ്ങൾ ഇത് പറഞ്ഞു തരും. സ്വയം കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾ മറക്കൂല അത്. അതിന്റെ ആ സിസ്റ്റം സ്പെൻഡ് ചെയ്താൽ കിട്ടും ആ മാർക്കറ്റ്. ഇതിപ്പോ നമുക്ക് നോക്കാം. അടുത്ത ക്യാൻഡിൽ വരാനായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 2 മിനിറ്റ് നോക്കാം. ഇതിപ്പോ എന്തായാലും ഒന്നെങ്കിൽ ഈ ഒരു സപ്പോർട്ടിൽ വന്നിട്ട് ഇവിടെ നിന്നാക്കണം. ഇത് ഹോൾഡ് ആവണം. ഇവിടുന്ന് ഡൗണിലേക്ക് വരണം സപ്പോർട്ടില്. നോക്കാം. അടുത്തൊരു ക്യാൻഡിലെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനാണ് അതിന്റെ ഒരു 85% ചാൻസ്. അടുത്തൊരു ക്യാൻഡിലോട് കൂടിയത് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഒരു ഹോൾ ടൈം ഹൈ അടി, ഒരു ഹോൾ ടൈം ഹൈയിലേക്കുള്ള മൂവ്മെന്റ് ആണ് കാണുന്നത് മാർക്കറ്റ്. ഒരു 1.20, 1.25 വരെ, TP3 വരെ, 25 വരെ ഒരു ഹോൾ ടൈം ഹൈ ആണ് ഞാൻ ഇതിൽ കാണുന്നത്. വെച്ചാൽ മാർക്കറ്റ് അതാണ് ഒരു സൈഡ് വേസിലേക്ക് മാർക്കറ്റ് കുറെ നേരമായിട്ട് ഒരു ടീം, അതായത് ഒരു ടീം ഇവിടുന്ന് എൻട്രി ആയിട്ടുണ്ട്. അവര് തന്നെ ആയിരിക്കും ഇവിടുന്ന് എൻട്രി ആകുന്നത്. വെച്ചാൽ ഇവിടുന്ന് ഒരു ടീം എക്സിറ്റ് ആയിട്ടുണ്ടല്ലോ ഇന്ന്. ഈ എക്സിറ്റ് ആയിരുന്നത് ഇത്രയും എക്സോസ്റ്റ് വന്നു. നമുക്ക് ഇതൊക്കെ കണക്ട് ചെയ്യാം. ഇതെല്ലാം കണക്ട് ചെയ്ത് വരാം. എക്സോസ്റ്റ് ഇത്രയും വന്നു കഴിഞ്ഞാൽ ഇത്രയും ഒരു വലിയൊരു വോളിയം ഇവിടെ നടന്നിട്ടുണ്ട്. ഇത്രയും ഒരു ആക്ഷൻ ഇവിടെ നടന്നിട്ടുണ്ട്. ഈ ആക്ഷൻ ഇതുവരെ മാർക്കറ്റിൽ വന്നിട്ടുമില്ല. വെറുതെ വന്നത് എന്നല്ല, എക്സോസ്റ്റ് അല്ല, ഇത്രയും ആക്ഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് ഒരു ടീം എൻട്രി ആയി. എന്നാൽ ഈ എക്സിറ്റ് ആകുന്ന ഒരു ടീം അടുത്ത ടീം കയറി അങ്ങോട്ടേക്ക്. ഇതൊക്കെ നോർമൽ ടീം അല്ല. റീറ്റെയിൽ ട്രേഡേഴ്സ് എൻട്രി ആകുന്ന എൻട്രി അല്ല ഇതൊക്കെ. ഇതാണ് റീറ്റെയിൽ ട്രേഡേഴ്സ്. ഇവിടെ കുറെ റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ പൈസ പോയി. ഇവിടെ കുറെ റീറ്റെയിൽ, അതായത് നമ്മൾ 95% ആൾക്കാരും ലോസും 5% ആൾക്കാരും പ്രോഫിറ്റില്. ആ 95% ആൾക്കാരെ പൈസ ഇവിടെ പോയിട്ടുണ്ടാവും. ഇവിടെ പോയി ഇതാ ഈ ഏരിയയിൽ പോയി, ഇതാ ഈ ഏരിയയിൽ ഇഷ്ടംപോലെ പോയി, ഇതാ ഈ ഏരിയയിൽ ഇഷ്ടംപോലെ പോയി. ഈ ഏരിയയിലൊക്കെ ഇനി എത്ര SL വെച്ചിട്ടും കാര്യമില്ല. അതൊക്കെ നേരത്തെ പോയി. ഇതൊക്കെ നമ്മളെ എൻട്രി ആവുന്നത് റീറ്റെയിൽ ട്രേഡേഴ്സിന്റെ കൂടെയല്ല. ഇവരെടുക്കുന്ന റീറ്റെയിൽ ട്രേഡേഴ്സിനെ എപ്പോഴും എൻട്രി ആവാം, ചെറിയ എൻട്രി. എന്നിട്ട് അങ്ങോട്ട് ബിഗ് എൻട്രിയിലേക്ക് ഒരൊറ്റ കയറല്. അടുത്ത ക്യാൻഡിൽ വന്നു, അതും ബുൾ തന്നെയാണ്, അതും റോക്കറ്റ് തന്നെയാണ്. അടുത്ത ക്യാൻഡിൽ കംപ്ലീറ്റ് ചെയ്ത് ഓൾമോസ്റ്റ് ഇവിടെ എത്തി. ലിക്വിഡ് എത്തിയത് 106 എത്തി. ഇത് മിക്കവാറും ഇതും ഷടേന്ന് പുറത്ത് മേലിലേക്ക് പോകും. നമുക്കിപ്പോ നിങ്ങളെ ടാർഗറ്റ് പ്രോഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്നാക്കാം, നിങ്ങൾക്ക് എക്സിറ്റ് ആവാം. അപ്പൊ അതിന് നിങ്ങൾക്ക് എപ്പോഴും, അതായത്
നിങ്ങൾക്ക് ഒരു മാസത്തേക്ക് ട്രേഡിംഗ് ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ടാർഗറ്റ് കീപ്പിംഗ് എപ്പോഴും വേണം. അതായത് എനിക്ക് ഇന്ന് ഇത്രയാണ് എന്റെ ടാർഗറ്റ് വരുന്നത്. അത് എത്തുമ്പോൾ നിങ്ങൾ മാർക്കറ്റിന് എക്സിറ്റ് ആവാം. സ്കാൽപ്പിംഗ് ആണ് നിങ്ങൾ ചെയ്യുന്നത്. ടിപി കംപ്ലീറ്റ് ആകാൻ നിൽക്കണ്ട. അത് എപ്പോഴും മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. എപ്പോഴും മനസ്സിൽ കീപ്പ് ചെയ്യേണ്ട കാര്യമാണ്. എന്റെ ഇന്നത്തെ ടാർഗറ്റ് എന്റെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പിന്നെ അങ്ങോട്ട് എൻട്രി ആവണ്ട. നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ടാർഗറ്റ്? $100, $100, $10, $10. 10 ആയിക്കഴിഞ്ഞാൽ അവിടുന്ന് എക്സിറ്റ് ആയിക്കോളാം പ്രോഫിറ്റും കൊണ്ട്. പിന്നെ അവിടെ നിന്ന് തിരിയേണ്ട ആവശ്യമില്ല. അതിന് നിങ്ങൾക്ക് ടാർഗറ്റ് വേണം. അതിന് നിർബന്ധമായി നിങ്ങൾക്ക് ആ ഒരു ടാർഗറ്റ് പോയിന്റ് നിങ്ങൾക്ക് വേണം. അപ്പൊ അതിന്റെ ഒരു ഞാനൊരു PDF അയച്ചു തരാം. ഒരു ടാർഗറ്റ് പോയിന്റിങ് ഒരു $100 വെച്ചുകൊണ്ട് ഒരു 12 മന്തിലേക്കുള്ള ഒരു ടാർഗറ്റ് പോയിന്റിങ് സിസ്റ്റം ഉണ്ട്. ഞാൻ അയച്ചു തരാം. അത് ഫോളോ ചെയ്യുന്നവർക്ക് നല്ല രീതിയിൽ അതെന്നാക്കാം ഫോളോ ചെയ്യാൻ പറ്റും. ഒരു ടാർഗറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് ഡെയിലി നിങ്ങൾക്ക് എനിക്ക് ഇത്ര $1 എന്ന ടാർഗറ്റ്, അടുത്ത മാസം ഇത്ര $ആണ് ഡെയിലി ടാർഗറ്റ്. അപ്പൊ അതുണ്ടാകും നമുക്ക് ആ പ്രോഫിറ്റ് എപ്പോഴും സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് അതാണല്ലോ വേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്കിപ്പോ ഞാനൊരു $5 ആണ് പ്രോഫിറ്റ് ഡെയിലി ടാർഗറ്റ് വെക്കുന്ന വെച്ചാ, അപ്പൊ $5 കിട്ടുന്നവരെ ട്രേഡ് ചെയ്യണോ? എങ്ങനെയാണ്? അതോ $5 ഡെയിലി ടാർഗറ്റ് ആണെങ്കിൽ $5 ഇന്ന് മേക്ക് ചെയ്യുന്നവരെ ട്രേഡ് ചെയ്യാം. അത് മേക്ക് ചെയ്തെന്ന് നിർത്താം. ഓക്കെ ഓക്കെ. നിങ്ങളിപ്പോ അപ്പൊ അതൊരു ഒരു 3 ട്രേഡ് ലോസ് ആയി. അതായത് അതല്ല 5 അതായത് നിങ്ങൾ 5 ട്രേഡ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 3 ട്രേഡ് സക്സസ് ആയി കഴിഞ്ഞാൽ ഇത് വന്ന അവിടെ നിർത്താം. കുറേ ട്രേഡ് എടുത്ത് $5 അല്ല. നിങ്ങളിപ്പോ ഈ $5 എന്ന് പറഞ്ഞില്ലേ, ഇന്ന് ഒരു 3 ട്രേഡ് ഡെയിലി ടാർഗറ്റ് ചെയ്യാം. 3 ട്രേഡിൽ $5 രണ്ടെണ്ണം പോയി കഴിഞ്ഞാൽ നിർത്താം. അല്ലെങ്കിൽ 3 ചെയ്യാം. 3 ചെയ്യാം. 3 ട്രേഡില് $5 ടാർഗറ്റ് മതി. $5. പക്ഷെ നിങ്ങൾ $5 എന്ന് പറഞ്ഞാൽ അതായത് $5 നിങ്ങൾ വെക്കുന്ന SL $5 ആണ്. അപ്പൊ 1 ആണ്. അതായത് 1/1 ആണ് നിങ്ങളുടെ ടാർഗറ്റ്. മതി. അല്ലെങ്കിൽ 1/2 $10, 1/3 മെല്ലെ മെല്ലെ എന്നാക്കാം. എല്ലാം വെക്കാം. എല്ലാം $5 അല്ല. അവിടെ ഹോൾഡ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് വേണ്ടില്ല. ഇപ്പൊ $5 ഇപ്പൊ ഇവിടെ $5 ഒക്കെ നേരത്തെ കഴിഞ്ഞു. ഇത് അടുത്തത് റോക്കറ്റ് വന്നിട്ട് ഇത് മിക്കവാറും ഇത് ഹോൾ ടൈം ഹൈ അടിക്കും ഈ ഒരു മാർക്കറ്റ്. ഞാൻ ട്രെയിലിൽ 4102 ക്ലോസ് ആയി. 4102 ഇവിടെ ക്ലോസ് ആയി. ഓക്കെ. അല്ല അത് അവല്ലേ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നന്നായിക്കോളാം, അവിടെ ഇറങ്ങിക്കോളാം. പിന്നെ ബാക്കി എല്ലാം നമുക്ക് കിട്ടണം നോക്കി കഴിഞ്ഞാൽ നടക്കൂല. ടാർഗറ്റ് വരെ നമുക്ക് അല്ല ഭാഗ്യ പരീക്ഷണം ഇവിടെ വേണ്ട. നമ്മളെ കറക്റ്റ് നമുക്ക് അപ്പൊ നമുക്ക് സങ്കടമൊക്കെ ഉണ്ടാവും. അത് അത്ര വരെ പോയി വെറുതെ അവിടെ നിന്ന് ഇറങ്ങിയില്ല. അങ്ങനത്തെ ഒരു ചിന്ത വേണ്ട. ഇവിടുന്ന് ഇറങ്ങണം, ഇവിടെ നിന്ന് ഇറങ്ങിക്കോളാം. അത്രേ ഉള്ളൂ. നമുക്ക് കിട്ടേണ്ട കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വന്നാക്കോളാം, നൈസായിട്ട് അവിടെ നന്നാക്കാം, സ്കൂട്ടായിക്കോളാം. ബാക്കിയിലാണ് നോക്കിയാൽ മതി. നമുക്ക് കിട്ടേണ്ട കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇറങ്ങാം. അത്ര തന്നെ. ഇത് ഫോളോ അപ്പ് ചെയ്താൽ തന്നെ എന്നാക്കാം നമുക്ക് കാര്യങ്ങൾ നൈസായിട്ട് ചെയ്തിട്ട് സ്കാൽപ്പിംഗ് ചെയ്തിട്ട് എന്നാക്കാം, മൾട്ടിപ്പിൾ സ്കാൽപ്പിംഗ് ചെയ്തിട്ട് എന്നാക്കാം മാർക്കറ്റിൽ മേക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാം. അപ്പൊ ചിലതിൽ $1, ചിലതിൽ $2 പ്രോഫിറ്റ് ആയിരിക്കും ഇറങ്ങേണ്ടി വരും. ചിലതിൽ നിന്ന് $1 നിന്ന് ഇറങ്ങേണ്ടി വരും. ചിലത് $5-10 കിട്ടും. ടാലിയാവും. കണക്ക് എപ്പോഴും ടാലിയാവും. നമുക്ക് വേണ്ടത്. അപ്പൊ എന്നാക്കാം ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 48 മിനിറ്റ് ചെയ്തത്. അപ്പൊ ഇപ്പൊ ഓക്കെ, ഇപ്പൊ ഈ 48 ഞാനിപ്പോ എന്റെ ഒരു പോളിസി ഞാൻ പറഞ്ഞുതരാം. ഞാൻ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. 48 മിനിറ്റ് ഇരുന്നിട്ട് ഇപ്പൊ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മേലിലേക്കാണ് ഹോൾഡ് ചെയ്ത് കംപ്ലീറ്റ് ആയി $1500 കിട്ടേണ്ടത്. എക്സാമ്പിൾ ആണ്. ഇപ്പൊ എത്ര $400 ഇപ്പൊ ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, $400. ഇത് ഞാൻ 1 മണിക്കൂർ ഒരു 10 മിനിറ്റ് കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. 10 മിനിറ്റിൽ എന്താണ് കാര്യം അതും കൂടി എടുത്ത് ആ ഒരു 10 മിനിറ്റിൽ എന്താണ് അവിടെ ഉള്ളത് അതെടുക്കും ഞാൻ അവിടുന്ന് ചെയ്യും. അതിന് ലോസ് ആണെങ്കിൽ ലോസ്, പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ്. ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ഒരു $100 ലോസ് നിൽക്കുന്ന കൂട്ടാം, അല്ലെങ്കിൽ ഒരു $150 ലോസ് നിൽക്കുന്ന കൂട്ടാം. അവിടെ നിന്ന് അങ്ങോട്ട് അതും അവിടുന്ന് എക്സിറ്റ് ആക്കാൻ ഇറങ്ങാം. കഴിഞ്ഞു.
ഓക്കെ. ഇന്നത്തെ എല്ലാം കഴിഞ്ഞു, അധ്യായം മുഴുവൻ കഴിഞ്ഞു. ഈ ഒരു സാധനം കൂടി എന്നാക്കാ ഇതിന്റെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാല് എല്ലാവർക്കും നല്ല രീതിയിൽ ട്രേഡ് ചെയ്തിട്ട് പോവാം. 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. അതായത് ഇതൊക്കെ ഈ 5% ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. മാർക്കറ്റിൽ ഈ 5% ആൾക്കാരാണ് സക്സസിൽ ഉള്ളത്. ഈ 5% ആൾക്കാർ ഇതേ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഈ 5% ആൾക്കാർ മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്തിട്ട് പോകുന്നത്. 24 മണിക്കൂർ 1 മണിക്കൂർ അവർ എന്നാക്കും ഇതിന്റെ മുന്നിൽ സ്പെൻഡ് ചെയ്യും. അതിൽ കൂടുതൽ അതിന്റെ മുന്നിൽ അവർ സ്പെൻഡ് ചെയ്യൂല. ഇതൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കാം സസ്റ്റെയിൻ ചെയ്തിട്ട് പോകാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ എന്നാക്കേണ്ടത്, ഫോളോ ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ചോദിക്കാട്ടോ, കുറെ നമ്മളിപ്പോ 3 ആൾക്കാർ ഇതിലുണ്ട്, കാര്യങ്ങൾ ചോദിക്കാം. ഇസ്മായിൽ അതേപോലെ വേറെ ഒരാളും കൂടി ഉണ്ട്, ഇസ്മായിലിന്റെ ഒരു ഫ്രണ്ടും കൂടി ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മള് ടൈം ഫ്രെയിം കീപ്പ് ചെയ്യേണ്ടത് 5 മിനിറ്റ് ആണല്ലേ? 5 മിനിറ്റ് തന്നെയാണ്. 5 മിനിറ്റ് 15 മിനിറ്റ് ആണ് നമുക്ക് അലൈൻ. 5 മിനിറ്റിൽ ചെയ്യുന്നവർ 15 മിനിറ്റ് ആണ് അലൈൻഡ് ആവേണ്ടത്. 15 മിനിറ്റ് ഓക്കെ. ചെയ്യുന്നവർ 1 അവർ ആണ് അലൈൻഡ് ആവേണ്ടത്. 1 അവർ ചെയ്യുന്നവർക്ക് അത് അവിടെ കാണിച്ചു തരും ഏതൊക്കെയാണ് ആ ടൈം ഫ്രെയിം അലൈൻഡ് ആവേണ്ടത്. ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ 5 മിനിറ്റ് എടുത്താൽ ഇവിടെ 15 മിനിറ്റ് അലൈൻഡ് ആയി. 15 മിനിറ്റ് എടുക്കുന്ന സമയം അവിടെ 1 അവർ അലൈൻഡ് ആണ്. മാർക്കറ്റ് 1 അവർ അലൈൻഡ് ആണ്. ഒരു 30 മിനിറ്റ് എടുക്കുന്നവർ എന്നാണ് അവിടെ കാണിച്ചു തരും. 30 മിനിറ്റിൽ 1 അവർ ആണ് 30 മിനിറ്റ് ചെയ്യുന്നവർക്കും അലൈൻഡ് ആവേണ്ടത്. അതിൽ റിസ്ക് ഉണ്ട്. 30 മിനിറ്റിലൊക്കെ എന്തായി, ട്രേഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. TP3 ഒക്കെ കംപ്ലീറ്റ് ആയി. ഇത് എവിടുന്ന് എൻട്രി വന്നു വെച്ച് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ഇതാ 40-30 എന്ന് പറഞ്ഞ എൻട്രിയാ. റിസ്ക് ഉണ്ട്. ഒരു 1 അവർ ചെയ്യുന്നവർ ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 അവർ. അപ്പൊ മാർക്കറ്റ് ഇപ്പൊ കറന്റ് എല്ലാ മാർക്കറ്റും എന്താണ് അലൈൻഡ് ആണ്. അപ്പൊ ബുള്ള് നല്ല രീതിയിൽ മാർക്കറ്റ് മേലിലേക്ക് തന്നെയാണ് ഉള്ളത്. എല്ലാ മാർക്കറ്റും അലൈൻഡ് ആണ്. എല്ലാ മാർക്കറ്റിലും കറന്റ് ഇപ്പൊ എന്താണ് അലൈൻഡ് ആണ്. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ചെറിയ ഇതൊക്കെ കാണുന്നുണ്ട്. വെയിറ്റ് ചെയ്യുക, ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. എന്തായാലും ഈ ഒരു ഏരിയയിലേക്ക് സപ്പോർട്ട് എടുത്തിട്ട് ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് ഇപ്പൊ ഇതൊന്നും ഒരു റിവേഴ്സൽ പാറ്റേൺ അല്ല മാർക്കറ്റിന്റെ. ഈ ഒരു ഏരിയയിൽ നിന്ന് റിവേഴ്സൽ പാറ്റേണിൽ കൂടി സപ്പോർട്ട് എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഓക്കെ. അപ്പോ ഇസ്മായിൽ ഭായി ഒരു ഫ്രണ്ട് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടാ. അതെ അതെ. എന്താണ് ഫൈസൽ KK അല്ലേ? ആ ഹലോ, ആ ചോദിക്കാട്ടോ, ഡൗട്ട്സുകളൊക്കെ ചോദിക്കാം. ഹലോ 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 ആ ഹലോ. അല്ല എനിക്കൊരു ഡൗട്ട് എന്ന് പറയണതേ, ആ ഇപ്പൊ നമ്മള് 1 മിനിറ്റ് 5 മിനിറ്റ് 15 മിനിറ്റിലേ ആ ഈ മൂന്നും നമ്മൾ കമ്പയർ ചെയ്തിട്ട് ട്രേഡ് എടുക്കാൻ പറ്റുമോ? അത് അലൈൻഡ് ആണെങ്കിൽ ഓക്കെ, ബെയറിഷ് മൂവ്മെന്റ് ആണെങ്കിലും ബുള്ളിഷ് മൂവ്മെന്റ് ആണെങ്കിലും ബാക്കിയുള്ള ഇക്വേഷൻസിൽ ഇപ്പൊ 5% 95% ഉണ്ടെങ്കിൽ ഈ മൂന്നും കൂടി കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഏതാണ് കൂടുതൽ, ഇപ്പോ ബെയറിഷ് ആണെങ്കിൽ ബെയറിഷ് അല്ലെങ്കിൽ ബുള്ളിഷ് അങ്ങനെ പറ്റുമെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇതിൽ എടുക്കേണ്ടത് അങ്ങനെയല്ല എടുക്കേണ്ടത്. അതായത് സ്കാൽപ്പിംഗ് ആകുമ്പോൾ നമുക്ക് ഇതിന്റെ ബാക്ക് എൻഡ് സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാല് 5 മിനിറ്റിൽ ചെയ്യുന്ന ഒരാള് 15 മിനിറ്റ് മാത്രം അലൈൻഡ് ആയാൽ മതി. ബാക്കി വേറെ ടൈം ഫ്രെയിം അലൈൻഡ് ആവേണ്ട ആവശ്യമില്ല. അതായത് സ്കാൽപ്പിംഗ് ആണ്. അപ്പൊ 1 മിനിറ്റിൽ ട്രേഡ് നമ്മൾ ഇതിൽ പേഴ്സണലി നമ്മൾ എടുക്കാൻ വിടൂല, കാര്യങ്ങൾ പറയൂല. നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ സ്റ്റുഡൻസിനോട് ആ കാര്യം സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കൂല. അത്രയും കുറച്ച് റിസ്ക് കൂടുതലാണ് 1 മിനിറ്റിലേക്ക് വരുന്ന സമയം. ഓക്കെ, അപ്പം ഫുള്ളി 5 മിനിറ്റ് തന്നെ ഫോക്കസ് ചെയ്യാം. 5 മിനിറ്റ് മാത്രം ഫോക്കസ് ചെയ്യാം. ഇത് കൊണ്ടുവന്നാക്ക കാര്യങ്ങൾ ചെയ്യാം. 5 മിനിറ്റ് 15 മിനിറ്റ് ഇനീഷ്യൽ അത് മതി. ഇനീഷ്യൽ സ്റ്റേജിൽ അതന്നെ ഫോക്കസ് ചെയ്ത് ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും ഉണ്ടാക്കണ്ട, ചെയ്യേണ്ട ആവശ്യം ഇല്ല 5 മിനിറ്റിൽ ചെയ്യുന്ന സമയം. ഓക്കെ, അപ്പൊ ചോദിക്കാട്ടോ, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം.
എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാം. നമുക്കിപ്പോ ഇതിൽ ഈ 4 അവർ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിലും ട്രേഡ് എടുത്തൂടെ വേണമെങ്കിൽ? ചെയ്യാ 4 അവറും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അത് കുറച്ച് ലോങ് 4 ട്രേഡ്സ് അവർ ആവും. 4 അവർ വെക്കുമ്പോ XL ഇതാ 4 അവർ വെക്കുമ്പോ നിങ്ങൾ റിസ്ക് വെക്കേണ്ട ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടാ. കുറച്ച് റിസ്ക് ആ കൂട്ടി ആ വെക്കണം. കൂടും. 8% എങ്കിലും റിസ്ക് കൂട്ടി വെക്കണം. റിസ്ക് വെക്കാം. ആ യെസ്. ഓക്കെ ഓക്കെ. ആ ആ ഓക്കെ. അപ്പൊ നമ്മളൊരു $50 അങ്ങനെ യെസ് റിസ്ക് വെക്കാം. $50 റിസ്ക് കീപ്പ് ചെയ്താൽ മതി. അപ്പൊ നല്ല ട്രേഡ് കിട്ടും. നല്ല ട്രേഡ് കിട്ടും 4 അവറിൽ. ട്രേഡ് കിട്ടാം. അതായത് $15 റിസ്ക് കീപ്പ് ചെയ്താൽ മതി. 4 അവർ ചെയ്യുന്നവർ 12 അവർ ആണ് അലൈൻഡ് ആവേണ്ടത് കേട്ടാ. അപ്പൊ അലൈൻ തന്നെയാണ്. അതെ ഉണ്ടാവുന്നു. നേരെ Okay, 12 അവർ എടുത്തു കഴിഞ്ഞാല് അവിടെ കിട്ടും. അപ്പൊ അത് അലൈൻഡ് ആയാൽ മതി, ബാക്കി പ്രശ്നമൊന്നുമില്ല. ഓക്കെ. 4 അവറിൽ ചെയ്യുന്ന സമയം 4 അവറിലൊക്കെ എൻട്രി പോയിന്റ് ഉണ്ടത്ര മാർക്കറ്റ്. കുറെ ഉണ്ടല്ലേ? ഉം. ടൈം ആവും. ടൈം ആവും. ഒരു നാളെ വൈകുന്നേരമൊക്കെ ആവും, ഉച്ചയ്ക്ക് ആവും. 2 ക്യാൻഡിലായിട്ട് ഉണ്ടാവും, 2-3 ക്യാൻഡിൽ തീരും ഓക്കെ. ആ എൻട്രി. ഇവിടെ ഇങ്ങനെ മെല്ലെ ഒരു ചെറിയ റെഡൊക്കെ വന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. പക്ഷെ അവിടുന്ന് എക്സിറ്റ് ആവേണ്ട ഒരു പോയിന്റ് ഒക്കെ ഇത് വന്നിട്ടില്ല. ഇങ്ങനെ മാർക്കറ്റ് ഒരു നാക്കിയാണ്, ഇങ്ങനെ മാർക്കറ്റ് താഴേക്കല്ല പോകുന്ന രീതിയിലൊക്കെ കാണിക്കുകയാണ് ചെയ്യുന്നത്. റിവേഴ്സൽ ഒന്നും അല്ല. ആൾക്കാരൊന്ന് പാനിക് 4100 എന്ന് പറയുന്ന ഒരു ഫാൻസി പോയിന്റ് ആണല്ലോ. അതിന്റെ ഒരു ഇതുണ്ടാവും. അതിന്റെ ഇതൊക്കെ കാണിക്കും. അതൊക്കെ കാണിക്കും ഇടുന്ന ആൾക്കാര്. അതായത് ഇങ്ങനെ എടുക്കുന്ന സമയം ആൾക്കാർ കുറെ ആൾക്കാർ ഇങ്ങനെ അടിച്ച് സെല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇല്ല ഇങ്ങനെ താഴേക്ക് ഒരു ഇതേപോലെ ഒരു സെൽ ഷോട്ടൊക്കെ എടുത്ത് വെച്ച കുറെ ആൾക്കാരുണ്ടാവും. അതായത് മാർക്കറ്റ് എപ്പോഴും അങ്ങനെ ഒറ്റയടിക്ക് പോയിക്കൂടല്ലോ മേലേക്ക്. നമുക്ക് കുറച്ച് പൈസ ആക്കിയിട്ട് പോകണല്ലോ. ഇതേപോലെ എൻട്രി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇവിടെ ഇങ്ങനെ SL ഒക്കെ വെച്ചതാ. ഇവിടെ SL ഒക്കെ വെച്ചിട്ട് എൻട്രി ഒക്കെ എടുത്ത് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ടാവും മാർക്കറ്റിൽ. അങ്ങനെ നമ്മൾ തിന്നാക്കണ്ട. നമ്മൾ ഇതിലേക്ക് ഫോക്കസ് ചെയ്താല് അതൊന്നും വേണ്ട. ഓൾമോസ്റ്റ് നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. ഹോൾഡ് ചെയ്യാം, ഹോൾഡ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ റൈസിംഗ് റിസ്ക് ആണ്. വോളിയം പ്രഷർ നോക്കേണ്ട ആവശ്യമില്ല. അത് ആ ക്യാൻഡിലിന്റെ ഇത് വന്നുകൊണ്ടാണ്, ആ ക്യാൻഡിൽ ആധിപത്യം ഇതുണ്ടായതുകൊണ്ടാണ് ആ വോളിയം റെഡിലേക്ക് വന്നത്. ബാക്കിയൊക്കെ സ്റ്റിൽ അതേപോലെ സ്ട്രോങ് അതുണ്ട്, നിൽക്കുന്നുണ്ട്. നല്ല ഇപ്പൊ മാർക്കറ്റ് ട്രെൻഡ് അലൈൻഡ് മാറുകയാണോ, അതേപോലെ ട്രാപ്പ് മാറുന്നു, വെയിലാറ്റ് അഗ്രസീവ് ആകുന്നു, ഈ സെറ്റ് സ്കോർ മൈനസിലേക്ക് വരുന്നു, സേഫ്റ്റി ഗാർഡ് ഡേഞ്ചർ, ഇതൊക്കെ മാറുകയാണെങ്കിൽ എന്താക്കുക, സ്പോട്ടിൽ അവിടുന്ന് ഇറങ്ങാം. അക്യുമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ആവുന്നു, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വരികയാണെങ്കിൽ എന്നാക്കാ അവിടുന്ന് സ്പോട്ടിൽ എക്സിറ്റ് ആണ്. പെട്ടെന്ന് എന്നാക്കുന്ന റിസ്ക് സ്കോർ ഒക്കെ കൂടുന്നു. പെട്ടെന്ന് റിസ്ക് ഒക്കെ ഇങ്ങനെ കൂടി വരുന്നൊക്കെ കാണുകയാണെങ്കിൽ എന്നാക്കാം പെട്ടെന്ന് അവിടുന്ന് അങ്ങോട്ടേക്ക് മാർക്കറ്റ് കിറ്റ് അടിച്ചിട്ട് അങ്ങോട്ടേക്ക് എന്നാക്കാ ഇറങ്ങാം. അതാണ് വേണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ഞാനല്ല 58 മിനിറ്റ് ആയി, 1 മണിക്കൂർ. എന്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ഇവിടെ നിന്നാക്കും, എന്റെ ട്രേഡ് കംപ്ലീറ്റ് ആയി. എത്രയാണ് പ്രോഫിറ്റ് അത് എടുക്കുക, അവിടുന്ന് ഇറങ്ങാം. അപ്പൊ $490 അത് എടുക്കുക, അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മള് മെല്ലനെ മാർക്കറ്റിൽ നിന്ന് നോക്കാം വിട പറയാം. അതാണ് യഥാർത്ഥ ഒരു ട്രേഡർ ചെയ്യേണ്ടത്. അതല്ലാതെ ഇവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് TP3 കംപ്ലീറ്റ് ആകും, TP അങ്ങോട്ട് പോട്ട്, കുറച്ചുകൂടി കയറട്ട്, പൈസ ആട്ട്. ഈ ഒരു സിറ്റുവേഷൻ എന്താ, ട്രേഡിങ്ങിൽ ഏടി എത്തൂല. അത് ലാഭത്തിനെക്കാട്ടി കൂടുതൽ നമുക്ക് എന്താവും, നഷ്ടം വരും. ഓക്കെ, എന്റെ ഒരു പ്രോസ്പെക്ട് ഞാൻ എന്താക്കി, എന്റെ ട്രേഡിങ് രീതിയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, കറക്റ്റ് ഇപ്പൊ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ഒരു മണിക്കൂറായി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി മാർക്കറ്റിന് എന്ത് സംഭവിച്ചാലും എനിക്ക് ബാധിക്കുന്നില്ല, എനിക്ക് ഒരു ടെൻഷനും ഇല്ല. ഞാൻ അങ്ങോട്ട് അടിച്ചു പോയി കഴിഞ്ഞാൽ $1000 കിട്ടുന്നിടത്ത് 400 കിട്ടി, 1500 കിട്ടുന്നിടത്ത് ഇപ്പൊ 400 കിട്ടി ഇറങ്ങി. ഞാൻ ഓക്കെയാണ്,
അതായത് 1000 അധികം വന്നാലും എനക്കതിൽ പ്രശ്നമില്ല. ഇവിടുന്ന് കേറുന്ന എനക്ക് അറിയാം, ഇങ്ങോട്ട് പോകും മാർക്കറ്റ്. പക്ഷെ നമ്മൾ റൂൾസ് ബ്രേക്ക് ചെയ്തു അത് പഠിക്കാം. ഇപ്പൊ ഇവിടുന്ന് പോയാൽ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ നിന്ന് മാർക്കറ്റ് പോവാം, മേലിലേക്ക് പോവാം. റൂൾസ് നമ്മൾ ബ്രേക്ക് എവിടെയും ചെയ്യുക, ഒരു സ്ഥലത്ത് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അത് എവിടുന്നെങ്കിലും നമുക്ക് പണി കിട്ടും. ഇവിടെ എക്സോസ്റ്റ് വന്നു, അതെ. ലൈറ്റാവാം. എക്സോസ്റ്റ് വന്നു, എന്തോ ഒന്നും സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോ എക്സിറ്റും കൂടി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം മാർക്കറ്റ് ഒക്കെ ഡൗൺ ടെൻഡിലേക്ക് വരും. ഇപ്പൊ ഡെൻസിറ്റി വല്ലാതെ കൂടിയിട്ടുണ്ട്, 5 ആയിട്ടുണ്ട് ഡെൻസിറ്റി. അത് നമുക്ക് മാക്സിമം 5 ആണ്. ഡെൻസിറ്റി ഒക്കെ കൂടുന്ന നമുക്കൊന്ന് അലേർട്ടാ, ഒന്ന് വെയിറ്റ് ചെയ്യാം. എക്സിറ്റ് ഒക്കെ വന്ന് എക്സോസ്റ്റ് വന്ന് പോകുന്നൊക്കെ കാണുന്നുണ്ട്. നമ്മൾ 1 മണിക്കൂർ ഈ ട്രേഡ് എടുത്തിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ നമ്മൾ കാര്യങ്ങളൊക്കെ നോക്കി ഒരു 30 മിനിറ്റിൽ എൻട്രി എടുത്തു. അരമണിക്കൂർ കഴിഞ്ഞത് ക്ലോസ് ചെയ്തു. 1 മണിക്കൂർ മാർക്കറ്റിൽ കറക്റ്റ് 1 മണിക്കൂറായി. മറ്റേ BTC-യിൽ 5 മിനിറ്റിൽ തന്നെയാണോ അതോ ടൈം ഫ്രെയിം കൂട്ടിയിട്ട് ചെയ്യണോ? 5 ഇതിൽ നോക്കിയിട്ടുണ്ടോ? മിനിറ്റ് എല്ലാത്തിലും 5 മിനിറ്റ്, 5 മിനിറ്റ് ആണ്. എല്ലാത്തിലും 5 മിനിറ്റ്. ഇതിപ്പം BTC-യുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഗോൾഡ് സാധാരണ പൊന്തുന്ന സമയം BTC താവും. അതാണ് അതിന്റെ അതെ. സത്യം, അതാണ് അതിന്റെ റിയാലിറ്റി. അപ്പൊ BTC ഇപ്പൊ വലിയൊരു മൂവ്മെന്റ് നിങ്ങൾ പ്രതീക്ഷിക്കണം. നമുക്ക് എത്തീരത്തിലൊക്കെ വേണമെങ്കിൽ ചെറിയ എത്തീരത്തിന്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല് ഈസിയും പമ്പ് എത്തീസിയും ബൈലോ ഉള്ളത്. രണ്ടും ഒന്നാവൂല, മൂവ്മെന്റ് ഉണ്ടാവില്ല. ഈ സാധാരണ ഗോൾഡിന്റെ ഒരു പെർഫോമൻസ് ഉണ്ടാകുന്ന സമയം അതാണ് ഇപ്പൊ അവിടെ കാണുന്നത്. അപ്പൊ ഇത് ഇവിടെ നമുക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇതൊക്കെ വന്ന് ക്യാൻഡിലൊക്കെ വന്ന് ആൾക്കാരെ എന്നാക്കുന്നുണ്ട്, ഇങ്ങനെ കൗതുകത്തിൽ നിൽക്കുന്നുണ്ടാവും. തീർന്നായിരിക്കും മിക്കവാറും അടുത്ത ക്യാൻഡിൽ മേലിലേക്ക് അടിച്ചു പോകും. അതാണ് ഉണ്ടാവില്ല. കാഴ്ചപ്പാടില് നിങ്ങൾക്കിപ്പോ കുറെ കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിൽ വെക്കാം. അതൊന്നും മെല്ലെ മെല്ലെ ഒന്നാക്കാം. നാളെ തന്നെ അതൊന്നും പ്രയോഗിക്കണം എന്ന് ഞാൻ പറയൂല. അത് ആർക്കും പെട്ടെന്ന് നിങ്ങൾ ചെയ്യുന്നത് പെട്ടെന്നാവില്ല. മെല്ലെ മെല്ലെ അതൊക്കെ ഒന്നാക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മെല്ലെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാല് നല്ല മാറ്റങ്ങൾ ട്രേഡിങ്ങിൽ എല്ലാവർക്കും കിട്ടും, ചെയ്യാൻ പറ്റും. അതായത് എന്ന് പറയാ ഈ ഓവർ ട്രേഡിങ്ങും അതേപോലെ എന്ന് പറയാ ഈ റിവെഞ്ച് ട്രേഡിങ്ങിലൊക്കെ ഒന്നും ഒന്നാക്കാൻ പറ്റൂല. നിങ്ങൾക്ക് നിങ്ങൾ എത്തൂല, പോവും ചെയ്യില്ല. ഇങ്ങനത്തെ ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്താൽ എത്ര അറിയുന്ന ആളിപ്പോ എനിക്ക് 6 വർഷത്തെ എക്സ്പീരിയൻസ് മാനുവൽ ട്രേഡിങ്ങിലുള്ളു. അപ്പൊ എനിക്ക് ഈ കാര്യങ്ങളൊന്നും ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ എനിക്ക് അറിയാം. പക്ഷെ ഞാൻ ഇതൊക്കെ നമ്മളെല്ലാ സിസ്റ്റവും വേണം. അതായത് ടെക്നോളജി വളരുമ്പോൾ കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. നമുക്ക് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ തന്നെയാണ് കണ്ടെത്തുന്നത്. അതായത് നമ്മൾ ഇത്രയും വേണം, ടെക്നോളജിയാണ് ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന ലോകം. ആർക്കും ഡാറ്റയൊന്നും മാനുവലി കിട്ടുന്ന കാലമൊന്നുമല്ല. ഒരാള് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡാറ്റ നമുക്ക് മാനുവലി കിട്ടുന്ന കാലം, പണ്ട് കാലത്തൊക്കെ. ഇപ്പൊ ഡാറ്റ ഒന്നും മാനുവലി അല്ല, എല്ലാം ഡിജിറ്റലിയാ കളികളൊക്കെ നടക്കുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ടാക്കുക. അതായത് ഇത്ര എല്ലാ കാര്യം അറിയാന്ന് പറഞ്ഞു നമ്മൾ ഒന്നായിക്കൂടാ. റൂൾസ് ആരും ബ്രേക്ക് ചെയ്തുകൂടാ. അതെല്ലാം എല്ലാവർക്കും ഒരേപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് അവിടെ തന്നെ കീപ്പ് ചെയ്യും. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് 1 ഹവറിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാക്കി അവിടെ നിന്നാക്കാം. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ അപ്പ് ചെയ്തിട്ട് അവിടെ നിന്നാക്കാം, മാർക്കറ്റിൽ നിന്ന് ഇറങ്ങാം. ഇപ്പൊ കണ്ടത് ഒരു ബിയർ വന്നു, അതായത് കാൻഡിലിന് ബിയറിന്റെ ഒരു ആധിപത്യം ഈ മാർക്കറ്റിൽ വരാൻ തുടങ്ങി. ഇനി വെയിറ്റ് ചെയ്യാം, അടുത്തൊരു കാൻഡിലും കൂടി ബിയർ ആണെങ്കിൽ എക്സിറ്റ് സോണൊക്കെ വരും. ഇതാണ് റിയൽ മാർക്കറ്റിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇപ്പൊ ഇതിലും ഓക്കെ ഫിനാൻസിന്റെ ചാർട്ടിലും ഒരു ഫാള് വന്നു. ചോദിക്കട്ടെ, നിങ്ങളെ ഡൗട്ടുകളൊക്കെ ചോദിക്കുക. അതിലാണ് നമുക്ക് പ്രയോറിറ്റി. ഡൗട്ടുകളൊക്കെ തീരണം. എക്സിറ്റ് വന്നു കണ്ടില്ലേ, ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് അവിടുന്ന് മാർക്കറ്റിൽ എക്സിറ്റ് ആയി, എക്സിറ്റ് വന്നു, സ്പോട്ടിൽ എക്സിറ്റ് ആവാം. അവിടെ കഴിഞ്ഞു, ട്രേഡിന്റെ അധ്യായം ഇവിടെ കഴിഞ്ഞു. ഇതാണ്, ഇത്രയേ ഉള്ളൂ. ഇവിടെ റീറ്റെയിൽ ട്രേഡേഴ്സ് മാറി, STIXൽ ഇൻസ്റ്റിറ്റ്യൂട്ടൽ ബയേഴ്സ് എക്സിറ്റ് ആയി. ഓക്കെ, ഇനി മാർക്കറ്റ് അടുത്ത സോണിൽ നമുക്ക് നോക്കാം. ഇതാണ്
1 മണിക്കൂർ കൊണ്ട് നമ്മളൊരു ട്രേഡ് കംപ്ലീറ്റ് ആയി. 1 മണിക്കൂർ കൊണ്ട് ഒരു ട്രേഡ് കംപ്ലീറ്റ് ആയി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ ഒരു ചെറിയൊരു രൂപം മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ട്രേഡ് കംപ്ലീറ്റ് ആക്കണം എന്ന് ഞാനത് അതിനാണ് വെയിറ്റ് ചെയ്തത്. ട്രേഡ് കംപ്ലീറ്റ് ആണ്, എന്നാലും നിങ്ങളെ ഡൗട്ടുകളൊക്കെ തീരും. ഇതേപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാര്യങ്ങൾ. ഇപ്പം 1 മണിക്കൂർ റൂള്, അതായത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. 1 അവർ റൂൾ, അത് 1 മിനിറ്റ് അധികമാണ്. 1 അവറിൽ എന്താണ് അവിടെ ഉള്ളത്, അവിടെ നിങ്ങൾ എന്താക്കുക, ആ ട്രേഡ് നിർത്താം. ഓക്കെ, അത് ഓക്കെ അല്ലേ കാര്യങ്ങൾ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏകദേശ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്താണ് ഇസ്മായിൽ ഭായി, എന്താണ് ഓക്കെയാണ് ഓക്കെയാണ്. ഇത് ഫോളോ ചെയ്യാം. ഫോളോ ചെയ്യാം, അത് ഇതേപോലെ ഫോളോ ചെയ്താൽ മതി. വിഷ്ണു ഓക്കെ അല്ലേ കാര്യങ്ങള്? ഓക്കെയാണ്. നമ്മള് ഈ ഒരു 3 ദിവസം കൂടി ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. ഫോളോ ചെയ്യും, ഈ സിസ്റ്റം ഫോളോ അപ്പ് ചെയ്താൽ മതി. നമ്മൾ ഇതാണ്ട് ആവശ്യമില്ല. അതുപോലെ ഫൈസൽ, നമ്മളെ ഇസ്മായിൽ ഭായിയുടെ ഫ്രണ്ടാണ് ഫൈസൽ. അതെ അതെ അതെ. ഓക്കെ ഓക്കെ അല്ല, ഡൗട്ട് ഒന്നുമില്ല. അപ്പൊ എന്നാക്കാം, നമുക്ക് വൈൻഡപ്പ് ചെയ്തോളൂ അങ്ങനെയാണെങ്കിൽ. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ഫൈൻ. ഞാൻ വൈൻഡപ്പ് Okay. എന്തെങ്കിലും Thank you. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടീമാര് കണക്ട് ചെയ്യാട്ടാ. ഒന്ന് കണക്ട് ചെയ്താൽ നമുക്ക് ഓക്കെ. താങ്ക് യു. ഫൈൻ. Thank you. ഗുഡ് നൈറ്റ്.